शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्तेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्म प्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं फलं सुखमुगादमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्माय शेते यदमूषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् भजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। ओं नमो भगवते वासुदेवाय। ओं श्रीकृष्ण परमात्मने नमः। ओं नमो नारायणाय। ओं
ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവതജ്ഞാന ഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 32-ാം അധ്യായം ഏകദേശം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അതിലെ അവസാനത്തൊരു 5 ശ്ലോകം അമ്മയോട് ഭഗവാൻ ഉപദേശിക്കുന്നത്, ആരോടൊക്കെ അമ്മയ്ക്ക് ഞാൻ തന്ന ഈ ജ്ഞാനം പറയരുത്, ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ ഫലത്തെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ് അടുത്ത അധ്യായം ആരംഭത്തിൽ ദേവഹൂതി ദേവി തൻ്റെ പുത്രനാണെങ്കിലും തൻ്റെ ഗുരുരൂപത്തിൽ വന്ന് അവതരിച്ച് തന്നെ അനുഗ്രഹിച്ച ഭഗവാൻ നാരായണനെ സ്തുതിക്കുന്നതായിട്ടുള്ള ഒരു സ്തുതിയാണ് 8-ാം ശ്ലോകം വരേക്ക്. അത് കഴിഞ്ഞ് കപില ഭഗവാൻ അമ്മയോട് യാത്ര പറഞ്ഞു പോകുന്നതും പിന്നീട് ആ അമ്മയുടെ ജീവൻ മുക്തി അവസ്ഥയെയും അത് കഴിഞ്ഞ് അവരുടെ വിദേഹമുക്തിയെയും പറഞ്ഞുകൊണ്ട് ഈ കപിലോപാഖ്യാനം ഉപസംഹരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് 32-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം കാണാം. 33-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗവും കാണാം. 22-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. 22-ാം ശ്ലോകം മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭാഗവതേ തൃതീയ സ്കന്ധേ 32-തമോऽധ്യായഃ. കപില ഉവാച. തസ്മാത് ത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം. തദ്ഗുണാശ്രയാ ഭക്ത്യാ ഭജനീയ പദാംബുജം. വാസുദേവേ ഭഗവതി ഭക്തിയോഗഃ പ്രയോജിതഃ. ജനയത്യാസു വൈരാഗ്യം ജ്ഞാനം യദ്ബ്രഹ്മദർശനം. യദാസ്യ ചിത്തമർത്ഥേഷു സമേഷു ഇന്ദ്രിയവൃത്തിഭിഃ ന വിഗൃഹാതി വൈഷമ്യം പ്രിയമപ്രിയമിത്യുത. സ തദൈവാത്മനാത്മാനം നിസ്സംഗം സമദർശനം. ഹേയോപാദേയരഹിതം ആരൂഢം പദമീക്ഷത്തെ. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വരഃ പുമാൻ. ദൃശ്യാദിഭിഃ പൃഥഗ്ഭാവൈഃ ഭഗവാൻ ഏകൈയത്തെ. ഏതാവാനേവ യോഗേന സമഗ്രേണേഹ യോഗിനഃ. യുജ്യതേ അഭിമതോ ഹ്യർത്ഥോ യദാസംഗസ്തു കൃത്സ്നശഃ. ജ്ഞാനമേകം പരാചീനൈഃ ഇന്ദ്രിയൈർബ്രഹ്മ നിർഗുണം. അവഭാത്യർത്ഥരൂപേണ ഭ്രാന്ത്യാ ശബ്ദാദിധർമ്മിണ. യഥാ മഹാനഹം രൂപഃ ത്രിവൃത്പഞ്ചവിധസ്വരാട്. ഏകാദശവിധസ്തസ്യ വപുരണ്ഡം ജഗത്യതഃ. ഏതദ്വൈ ശ്രദ്ധയാ ഭക്ത്യാ യോഗാഭ്യാസേന നിത്യശഃ. സമാഹിതാത്മാ നിസ്സംഗോ വിരക്ത്യാ പരിപശ്യതി. ഇത്യേതത്കഥിതം കുർവി ജ്ഞാനം തദ്ബ്രഹ്മദർശനം. യേനാവബുധ്യത്തെ തത്വം പ്രകൃതേഃ പുരുഷസ്യ ച. ജ്ഞാനയോഗശ്ച മന്നിഷ്ഠോ നൈർഗുണ്യോ ഭക്തിലക്ഷണഃ. ദ്വയോരപ്യേക ഏവാർത്ഥോ ഭഗവൽ ശബ്ദലക്ഷണഃ. യഥേന്ദ്രിയൈഃ പൃഥഗ്ദ്വാരൈഃ അർത്ഥോ ബഹുഗുണാശ്രയഃ. ഏകോ നാനേയത്തെ തദ്വത് ഭഗവാൻ ശാസ്ത്രവത്മഭിഃ.
ക്രിയയാ ക്രതുഭിർദാനൈഃ തപസ്വാധ്യായമർശനൈഃ ആത്മേന്ദ്രിയജയേനാപി സന്യാസേന ച കർമ്മണാം യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ചൈവ ഹി ധർമ്മേണോഭയചിഹ്നേന യഃ പ്രവൃത്തി നിവൃത്തിമാൻ ആത്മതത്വാവബോധേന വൈരാഗ്യേണ ദൃഢേന ച ഈയതേ ഭഗവാനേഭിഃ സഗുണോ നിർഗുണഃ സ്വദൃക് പ്രാവോചം ഭക്തിയോഗസ്യ സ്വരൂപം തേ ചതുർവിധം കാലസ്യ ചാവ്യക്തഗതേഃ യോം ദർധാവതി ജന്തുഷു ജീവസ്യ സംസൃതിർബഹ്വീഃ അവിദ്യാകർമ്മ നിർമ്മിതാഃ യാ സ്വംഗപ്രവിശന്നാത്മാനവേദഗതിമാത്മനഃ നൈതത്ഖലായോപദിശേത് നാവിനീതായ കർഹിചിത് ന സ്തബ്ധായ ന ഭിന്നായ നൈവ ധർമ്മധ്വജായ ച ന ലോലുപായോപദിശേത് ന ഗൃഹാരൂഢചേതസേ ന ഭക്തായ ച മേ ജാതു ന മൽഭക്തദ്വിഷാമപി ശ്രദ്ധദാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ച ബഹിർജാത വിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മത്സരായ ശുചയേ യസ്യാഹം പ്രേയസാം പ്രിയഃ യൈദം ശൃണുയാദംബ ശ്രദ്ധയാ പുരുഷഃ സകൃത് യോ വാഭിദത്തേ മच्चित्तः സഹ്യേതി പദവീം ച മേ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ കാപിലയോപാഖ്യാനേ 32തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. അപ്പോൾ കപിലോപദേശത്തിൻ്റെ ഏകദേശം അവസാന ഭാഗമാണ് നമ്മൾ ഇന്നലെയും കണ്ടത്. ഇന്ന് അതിൻ്റെ ഒരു ഫിനിഷിംഗ്, സമർപ്പണം ആണ് കാണാൻ പോകുന്നത്. 29ാമത്തെ അധ്യായത്തിൽ ദേവഹൂതി ദേവി ചോദിച്ച 3 ചോദ്യങ്ങൾ, അതിന് മറുപടിയായിട്ടാണ് 29, 30, 31, 32 അധ്യായങ്ങളിൽ ഭഗവാൻ വളരെ വിശദമായിട്ട് ഭക്തിയോഗവും അതുപോലെ കാലത്തിൻ്റെ പ്രഭാവവും അത് കഴിഞ്ഞ് ജീവൻ്റെ സംസാരഗതി 30, 31 അധ്യായങ്ങളെ കൊണ്ട് ജീവൻ്റെ സംസാരഗതി പറഞ്ഞു. 32ാം അധ്യായം കൊണ്ട് സകാമികളും നിഷ്കാമന്മാരുമായിട്ടുള്ള ആളുകൾക്കുണ്ടാകാവുന്ന ഗതികളെക്കുറിച്ച്, പുനരാവർത്തിയുള്ള മരണാനന്തര ഗതിയും പുനരാവർത്തനമില്ലാത്ത ഊർധ്വഗതിയും, അതിന് പല പേരിൽ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. ഉത്തരായനം, ദക്ഷിണായനം, അല്ലെങ്കിൽ സൂര്യമാർഗം, ചന്ദ്രമാർഗം, ഇങ്ങനെ പല പേരിൽ പറയപ്പെടുന്ന ആ ഗതികളെക്കുറിച്ചും വിസ്തരിച്ച് പറഞ്ഞു. അതിലൂടെയൊക്കെ സ്ഥാപിച്ചത് ഈ ലോകം പോലെ തന്നെ പരലോകങ്ങളും അഭികാമ്യമായിട്ടുള്ളതല്ല. എവിടെ പോയാലും സംസാരത്തിൻ്റെ അകത്ത് തന്നെയാണ്. എവിടെ പോയാലും പുനരാവൃത്തിയുണ്ട്. എവിടെ പോയാലും ഭയവും ദുഃഖവും അവസാനിക്കാൻ പോകുന്നില്ല. ചെറിയവർക്ക് ചെറിയ ദുഃഖം, വലിയവർക്ക് വലിയ ദുഃഖം എന്ന പോലെയാണ്. അതുകൊണ്ട് ശാശ്വതമായ ദുഃഖ പരിഹാരത്തിന് ഭഗവാനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. ആനന്ദസ്വരൂപനായ നിത്യസ്വരൂപനായ ഭഗവാനെ ശരണം പ്രാപിക്കാതെ സംസാരത്തിലുള്ള നമ്മുടെ ഈ യാത്ര ഒരിക്കലും ഒരിടത്തും എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മളിന്ന് വായിച്ച ഭാഗം 22ാം ശ്ലോകം തൊട്ട് അമ്മയോട് ഉപദേശിച്ചു. തസ്മാത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം
തദ്ഗുണാശ്രയ ഭക്ത്യാ ഭജനീയ പദാംബുജം. ഭജനീയ പദാംബുജനായ ഭഗവാനെ, ആ ഭഗവാന്റെ ഗുണങ്ങളെ ശ്രവിച്ചുകൊണ്ട് അതിൽ നിന്നുണ്ടാവുന്ന ഭക്തി കൊണ്ട് ആ ഭഗവാനെ സർവഭാവേന ഭജിച്ചാലും, ആ ഭഗവാന്റെ നേരെ ഭക്തി പ്രയോഗിച്ചാലോ അത് വൈരാഗ്യത്തെയും ബ്രഹ്മദർശനത്തിലുള്ള ജ്ഞാനത്തെയും നൽകി അനുഗ്രഹിക്കുന്നു. എപ്പോഴാണ് ഒരാൾക്ക് ആത്മജ്ഞാനം നേടി എന്ന് പറയാൻ കഴിയുക? എപ്പോഴാണോ ഒരാൾക്ക് ഈ ലോകത്തിലുള്ള സകല വിഷയങ്ങളെയും സമമായി ദർശിക്കാൻ കഴിയുന്നത്, എന്ത് കണ്ടാലും യാതൊരു തരത്തിലുള്ള മനോവിക്ഷോഭവും ഉണ്ടാവാതിരിക്കുന്നത്, പ്രിയവും അപ്രിയവും ഉണ്ടാവാതിരിക്കുന്നത്, നിസ്സംഗമായി സമദർശനമായിരിക്കാൻ കഴിയുന്നത്, അപ്പോൾ അവന് ആത്മദർശനം സാധ്യമാകുന്നു എന്നർത്ഥം. ഈ പ്രപഞ്ചം നാനാത്വം കാണപ്പെടുന്നത് വാസ്തവത്തിൽ ഏകമായ ഒരു പൊരുളിനെ അറിയാത്തത് കൊണ്ടാണ്. ഏകമായ ആ പരമസത്ത അത് പ്രജ്ഞാനമാണ്, ബോധമാണ്, ചൈതന്യമാണ്. അതിനെ തന്നെയാണ് പരമേശ്വരനെന്നും പുമാനെന്നും ഭഗവാനെന്നും ഒക്കെ പറയുന്നത്. ദൃശ്യാദിഭി പൃഥഗ്ഭാവൈഹി ഏകയേവ ഈയത്തെ. പലതായി കാണപ്പെടുന്നത് ഏകനായ ആ പരംപൊരുൾ തന്നെയാണ്. അതുകൊണ്ട് ദൃശ്യങ്ങളെല്ലാം കാണുമ്പോഴും ആ ഭഗവാനെ കണ്ട് യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ എന്ന ഭാവന കൊണ്ട് ഭേദഭാവനയെ ഇല്ലാതെയാക്കണം. എല്ലാ യോഗങ്ങളുടെയും ലക്ഷ്യം ചിത്തശുദ്ധിയാണ്. ഏതാവാനേവ യോഗേന സമഗ്രേണേഹ യോഗിനഃ യുജ്യതേ അഭിമതോപ്യർത്ഥോ യത് അസംഗസ്തു കൃഷ്ണശഃ. സകല വസ്തുക്കളിലും കൃഷ്ണശഃ അസംഗഃ, സംഗരാഹിത്യം സമ്പാദിക്കണം. ഈ ഭൂമിയിൽ ഒന്നിനോടും ഒരൊട്ടലില്ലാതിരിക്കണം. അതാണ് സ്വാതന്ത്ര്യം, അതാണ് യോഗം, ചിത്തവൃത്തി നിരോധം. അതാണ് സാധിക്കേണ്ടത്. ഇപ്പൊ ഏകമായ ജ്ഞാനം ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ഭ്രാന്തി കൊണ്ട്, ഇന്ദ്രിയങ്ങളുടെ ഭ്രാന്തി കൊണ്ട് ശബ്ദാദിധർമ്മങ്ങളായി അർത്ഥരൂപേണ അവഭാതി, പല പദാർത്ഥങ്ങളായി കാണുകയാണ്. വാസ്തവത്തിൽ പലതില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വൈകൃതമാണ്, അഥവാ വൈകല്യമാണ് ഈ പലത് ദർശിപ്പിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അതിൻ്റെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ അനുവദിക്കാതെ വിവേകം കൊണ്ട്, ജ്ഞാനം കൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കണം. എന്നിട്ട് കാണണം. അപ്പോൾ ഏകമായ തത്വത്തെ, പരംപൊരുളിനെ കാണാൻ കഴിയും. ഏകത്തെ തെറ്റിദ്ധരിച്ചതാണ് നാനാത്വം. സൃഷ്ടി ബ്രഹ്മത്തിൻ്റെ വിവർത്തമാണ്, ബ്രഹ്മവൈവർത്തമാണ് ഈ കാണുന്ന നാനാത്വ പ്രപഞ്ചം. വാസ്തവത്തിൽ ബ്രഹ്മം മാത്രമാണ് സത്യം, ജഗത് മിഥ്യ എന്നത് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ ബോധ്യപ്പെടുള്ളൂ. അപ്പൊ ഏകനായ സ്വരാട്ട് തന്നെയാണ് മഹാനായും ത്രിവൃത് അഹംരൂപനായും പഞ്ചവിധനായും ഏകാദശവിധനായും ഒക്കെ പ്രകാശിക്കുന്നത്. അതൊക്കെ അദ്ദേഹത്തിന്റെ വപുസ്സാണ്. സ്വരാട്ടിന്റെ വപുസ്സാണ് വിരാട്ട്. സ്വരാട്ട് പൂർണ്ണനും സ്വതന്ത്രനുമാകുന്നു. വിരാട്ട് ഈ സ്വരാട്ടിന്റെ സ്ഥൂലമായ ഭാവമാകുന്നു. ഇതാണ് എല്ലാ യോഗങ്ങളെ കൊണ്ടും അറിയേണ്ടത്. ശ്രദ്ധ കൊണ്ടും ഭക്തി കൊണ്ടും യോഗാഭ്യാസം കൊണ്ടും സമാഹിതാത്മാവായി നിസ്സംഗനായി വിരക്തി കൊണ്ട് മഹാത്മാക്കൾ ഇതിനെ കാണുന്നു. എന്നാൽ വിഷയലമ്പടന്മാർക്ക് ഇത് കാണാൻ കഴിയില്ല. സാധാരണക്കാരായിട്ടുള്ളവർ ഇത് കാണാൻ കഴിവില്ലാത്തവരാകുന്നു. സാധാരണക്കാർ കാണുന്നതല്ല ജ്ഞാനികൾ കാണുന്നത്, ജ്ഞാനികൾ കാണുന്നതല്ല സാധാരണക്കാർ കാണുന്നത്. ഇത്യേതത് കഥിതം ഗുർവീ ജ്ഞാനം തദ് ബ്രഹ്മദർശനം യേനാനുബുദ്ധ്യതേ തത്വം പ്രകൃതേഹേ പുരുഷസ്യ ച. അല്ലയോ ഗുരുതുല്യയായിരിക്കുന്ന അമ്മയ്ക്കായിക്കൊണ്ട് ബ്രഹ്മദർശനമായ ജ്ഞാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഏതൊരു ജ്ഞാനം കൊണ്ട് പ്രകൃതിയുടെയും പുരുഷന്റെയും തത്വം അറിയാം. എന്നിട്ട്
ജീവൻ മുക്തരായി ഈ ഭൂമിയിൽ തന്നെ കഴിയാം. മന്നിഷ്ടമായ നൈർഗുണ്യമായ ജ്ഞാനയോഗവും ഭക്തിലക്ഷണമായ യോഗവും രണ്ടിൻ്റെയും ലക്ഷ്യം ഭഗവത് ശബ്ദലക്ഷണമായ അർത്ഥമാകുന്നു. രണ്ടിൻ്റെയും ലക്ഷ്യം ഏകയേവ. ഭക്തിയോഗം കൊണ്ടും ജ്ഞാനയോഗം കൊണ്ടും ഒക്കെ ലക്ഷ്യമാക്കുന്നത് ഒരേ പരമപുരുഷനായ ഭഗവാനെ പ്രാപിക്കൽ തന്നെയാണ്. എപ്രകാരമാണോ ഒരേ വസ്തു തന്നെ പല ഇന്ദ്രിയങ്ങളെ കൊണ്ട് പല രീതിയിൽ കാണപ്പെടുന്നത്, ഒരു വസ്തുവിനെ കണ്ണുകൊണ്ട് കാണുമ്പോൾ രൂപം കാണുന്നു, കാതുകൊണ്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്നു, മൂക്കുകൊണ്ട് അതിൻ്റെ മണം ഉണ്ടാകുന്നു, നാവ് കൊണ്ട് അതിൻ്റെ രുചി അറിയുന്നു, ത്വക്കുകൊണ്ട് അതിൻ്റെ സ്പർശം അറിയുന്നു. അപ്പോൾ 5 ദ്വാരങ്ങളിലൂടെ ഒരു വിഷയത്തെ തന്നെ നമ്മൾ 5 രീതിയിലാണ് ഗ്രഹിക്കുന്നത്. അതുപോലെയാണ് ഏകനായ ഭഗവാൻ വിവിധ ശാസ്ത്രങ്ങളെ കൊണ്ട് പലതായി പറയപ്പെടുന്നത്. ഏകോ നാനായതേ തദ്വത് ഭഗവാൻ ശാസ്ത്രവത്മഭിഹി. വിവിധ മാർഗങ്ങൾ 34, 35, 36 ശ്ലോകങ്ങളിൽ എണ്ണി പറഞ്ഞു. ക്രിയയാ ക്രതുബിർദാനൈഹി തപസ്വാധ്യായമർശനൈഹി ആത്മേന്ദ്രിയ ജയേനാഭി സന്യാസേന ച കർമ്മണാം യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ചൈവഹി ധർമ്മേണ ഉഭയചിഹ്നേന യഃ പ്രവൃത്തി നിവൃത്തിമാൻ ആത്മതത്വാവബോധേന വൈരാഗ്യേണ ദൃഢേന ച ഈയത്തെ ഭഗവാനേഭിഹി സഗുണോ നിർഗുണസ്വദൃക്. എല്ലാ യോഗ മാർഗങ്ങളും എല്ലാ സാധനകളും ചിത്തശുദ്ധിക്കും വൈരാഗ്യം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ആയി കഴിയുമ്പോൾ സഗുണനും നിർഗുണനുമായിരിക്കുന്ന സ്വയമേവ പ്രകാശിക്കുന്ന ഭഗവാൻ പ്രാപിക്കപ്പെടുന്നു. അപ്പോൾ ഏത് സാധനയും തള്ളിക്കളയേണ്ടതല്ല, നിഷിദ്ധമല്ല. ഏതൊക്കെ സാധനകൾ ഒരാൾക്ക് ആചരിക്കാൻ കഴിയുമോ അതൊക്കെ ആചരിക്കാം. എല്ലാം എല്ലാവരും ആചരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഏത് ദോഷം ആരിലുണ്ടോ ആ ദോഷത്തെ നീക്കാൻ ഏത് സാധന ഉത്തമമോ അതുപയോഗിച്ച് ആ ദോഷങ്ങളെ നീക്കി അവൻ്റെ ചിത്തത്തെ ശുദ്ധമാക്കി അവന് ഈശ്വരപ്രാപ്തി നേടാനുള്ള യോഗ്യത നേടാം. ഇതാണ് എല്ലാ സാധനകളുടെയും താല്പര്യം. നമ്മൾ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കാൻ ഒരേ വസ്തുക്കളല്ല ഉപയോഗിക്കുന്നത്, അല്ലേ? തുണി കഴുകാനുള്ള സോപ്പുകൾ വേറെ, അതിൽ തന്നെ ഇപ്പം എന്തെല്ലാം സ്പെഷ്യലൈസേഷനാണ്. വാഷിംഗ് മെഷീനൊക്കെ വന്നപ്പോൾ അതിൽ പൗഡറുകളുണ്ട്, ലിക്വിഡുകളുണ്ട്, അതിൽ തന്നെ ടോപ്പ് ലോഡിങ്, സൈഡ് ലോഡിങ്, അതിനൊക്കെ പ്രത്യേകം കണ്ടുപിടിച്ചിരിക്കണു. എന്താണാവോ അതിൻ്റെയൊക്കെ വ്യത്യാസം നമുക്കറിയില്ല. അതുപോലെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്കനുസരിച്ചിട്ടുള്ള സോപ്പുകളുണ്ട്. ഓയിലി സ്കിന്നിന് പ്രത്യേകം സോപ്പ്, ഡ്രൈ സ്കിന്നിന് പ്രത്യേകം സോപ്പ്, വേറെന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് പ്രത്യേകം സോപ്പ്, ഇങ്ങനെ. അതുപോലെ നിലം തുടയ്ക്കാനുള്ള ലിക്വിഡ് വേറെ, പാത്രം കഴുകാനുള്ള ലിക്വിഡ് വേറെ, കക്കൂസ് കഴുകാനുള്ള ലിക്വിഡ് വേറെ. ഇതൊക്കെ കഴുകുന്ന സാധനങ്ങൾ തന്നെയാണ്, പക്ഷെ എല്ലാറ്റിലും അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ലേശം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അതിനോട് ബന്ധപ്പെട്ട പല കറകളും പോയി കിട്ടുന്നത്. തുണിയിലെ കറ കഴിയും പോലെയല്ല ടൈൽസിലെ കറ, അതുപോലെയല്ല പാത്രത്തിലെ കറ, അല്ലേ? പാത്രത്തിലെ എണ്ണമയം പോകാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ട ലിക്വിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി എല്ലായിടത്തും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? പാത്രം കഴുകാൻ ഹാർപ്പിക്കും സർഫും വിമ്മും എല്ലാം കൂടി അരച്ച് കലക്കി തേക്കേണ്ട ആവശ്യമില്ലല്ലോ. പാത്രം കഴുകാൻ ഏറ്റവും നല്ലത് വിമ്മോ പ്രില്ലോ അതുപോലെയുള്ള എണ്ണമയം പോകുന്ന ലിക്വിഡ് മാത്രം മതി. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള അന്ധകരണത്തിൽ എന്തൊക്കെയാണ് കുഴപ്പങ്ങളുള്ളത് അത് തിരിച്ചറിഞ്ഞ് അതിന് പറ്റിയ യോഗങ്ങൾ ഏതാണ് അത് മാത്രമേ അനുഷ്ഠിക്കേണ്ടതുള്ളൂ. ഇതിനൊക്കെ വകതിരിവ് ഉണ്ടാവണമെന്ന് മാത്രം. അല്ലാതെ മറ്റൊരാൾ അനുഷ്ഠിക്കുന്നത് കണ്ടിട്ട് ഞാനും അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നവൻ മൂഢനാണ്. അയാളുടെ ദോഷമായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, അയാളുടെ പ്രശ്നമായിരിക്കില്ല നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇതൊന്നും ഒരു അനുകരിക്കേണ്ട കാര്യങ്ങളല്ല. ഇത് ഗുരുക്കന്മാരിൽ നിന്നും അറിയേണ്ടതാണ്, അല്ലെങ്കിൽ അവനവൻ്റെ കോമൺ സെൻസ് കൊണ്ട് അറിയേണ്ടതാണ്.
ഇങ്ങനെ പറഞ്ഞു കൊണ്ട് കപില ഭഗവാൻ ഉപസംഹരിച്ചു. അമ്മയ്ക്ക് 4 വിധത്തിലുള്ള ഭക്തിയോഗത്തെ ഞാൻ പറഞ്ഞു തന്നു. താമസം, രാജസം, സാത്വികം, നിർഗുണം എന്നിങ്ങനെ. അതുപോലെ കാലസ്യ ച അവ്യക്തഗതേഹേ യോ അന്തർദാവതി ജന്തുഷു, ജന്തുക്കളുടെ ഉള്ളിൽ പ്രവേശിച്ച് ശക്തമായി പ്രവർത്തിക്കുന്ന അവ്യക്തഗതിയായ കാലത്തിന്റെ പ്രഭാവത്തെക്കുറിച്ചും ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്നു. ജീവസ്യ സംസൃതിർ ബഹ്വീഹി അവിദ്യാ കർമ്മ നിർമ്മിതാഹ യാസു അംഗപ്രവിശൻ ആത്മാ ന വേദഗതിം ആത്മനഃ. ജീവന്റെ വിവിധങ്ങളായ സംസാര ഗതികളെക്കുറിച്ച്, അവിദ്യാ കർമ്മനിർമ്മിതമായ ഗതികളെക്കുറിച്ച് പറഞ്ഞു. ഏതൊരു ശരീരങ്ങളിൽ പ്രവേശിച്ചാൽ എല്ലാം മറക്കുന്നു, സ്വരൂപം മറക്കുന്നു, മൂഢനായിത്തീരുന്നു. ആ ജീവന്റെ സംസാരഗതിയെക്കുറിച്ചും പറഞ്ഞു. എന്നിങ്ങനെ അമ്മ ചോദിച്ചതിനെല്ലാം ഉത്തരം പറഞ്ഞു എന്ന് 38-ാം ശ്ലോകം വരെ പറഞ്ഞിട്ട് പിന്നെ 39 മുതൽ അമ്മയ്ക്ക് നൽകിയ ഈ ഉപദേശത്തെ അമ്മ ആർക്ക് പറഞ്ഞു കൊടുക്കരുത്, ആർക്ക് പറഞ്ഞു കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ 39, 40 ശ്ലോകങ്ങളിൽ അനധികാരികളായിട്ടുള്ള ആളുകളെ സൂചിപ്പിക്കുകയാണ്. ഇന്നവർ അനധികാരികളാണ്, ഈ അമ്മയ്ക്ക് ഞാൻ നൽകിയ വിശിഷ്ടമായ ജ്ഞാനം അവർക്ക് ഉപദേശിക്കരുത്, അവരതിനെ തെറ്റായി ധരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യും. മാത്രമല്ല അവർക്ക് പ്രയോജനമുണ്ടാവാനും പോകുന്നില്ല. അപ്പം എന്തിനാ വെറുതെ വൃഥാ വ്യായാമം? ആ ഒരു നല്ല ജ്ഞാനത്തെ ദുഷിപ്പിക്കുന്നത് എന്തിനാ? വല്ല ചെളിക്കുണ്ടിലും നല്ല വസ്തുക്കളെ കൊണ്ടുപോയി ആരെങ്കിലും നിക്ഷേപിക്കുമോ? അതുപോലെയാണ് ദുഷ്ടന്മാരായിട്ടുള്ള അനധികാരികളായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും പവിത്രമായിട്ടുള്ള ജ്ഞാനം ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് 39, 40 ശ്ലോകങ്ങൾ നോക്കാം. നൈതത്ഖലായോപദിശേത് നാവിനീതായ കർഹിചിത് ന സ്തബ്ദായ ന ഭിന്നായ നൈവ ധർമ്മധ്വജായ ച ന ലോലുപായോപദിശേത് ന ഗൃഹാരൂഢചേതസേ ന അഭക്തായ ച മേ ജാതു ന മദ്ഭക്തദ്വിഷാമപി. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് 40-ാം ശ്ലോകത്തിൽ ന ലോലുപായ ഉപദിശേത്. ആ ഉപദിശേത് എന്നുള്ളത്, ന ഉപദിശേത് എന്നുള്ളത് എല്ലായിടത്തേക്കും കോമൺ ആണ്. ന ഉപദിശേത്, ഉപദേശിക്കരുത് എന്നാണ്. അപ്പോൾ ആർക്കൊക്കെ ഉപദേശിക്കരുത്? ന ഏതത് ഖലായ ഉപദിശേത്. 1-ാം ശ്ലോകത്തിലും ഉപദിശേതുണ്ട്. ഏതത് ഖലായ ന ഉപദിശേത്, ഒരു ഖലനായിക്കൊണ്ട് ഇത് ഉപദേശിക്കരുത്. ന അവിനീതായ കർഹിച്ചിത്ത്, അവിനീതനായിട്ട് ഒരിക്കലും ഉപദേശിക്കരുത്. ന സ്തബ്ദായ, സ്തബ്ധനായിക്കൊണ്ട് ഉപദേശിക്കരുത്. ന ഭിന്നായ, ഭിന്നനായിക്കൊണ്ട് ഉപദേശിക്കരുത്. നൈവ ധർമ്മധ്വജായ ച, ധർമ്മധ്വജനായിക്കൊണ്ട് ഉപദേശിക്കരുത്. ന ലോലുപായ ഉപദിശേത്, ലോലുപനായിക്കൊണ്ട് ഉപദേശിക്കരുത്. ന ഗൃഹാരൂഢചേതസേ, ഗൃഹാരൂഢചേതസ്സായിട്ടുള്ള ഒരാൾക്ക് ഉപദേശിക്കരുത്. ന അഭക്തായ, അഭക്തനായി കൊണ്ട് ഉപദേശിക്കരുത്. ന മദ്ഭക്തദ്വിഷാമപി ജാതു ഉപദിശേത്, മദ്ഭക്തദ്വിഷാമപി. അപ്പൊ ഇങ്ങനെ 5-6 പദങ്ങൾ പറഞ്ഞു. ആർക്കൊക്കെ? ഖലനെന്നും അവിനീതനെന്നും സ്തബ്ധൻ, ഭിന്നൻ, ധർമ്മധ്വജൻ, ലോലുപൻ, ഗൃഹാരൂഢചേതസ്, അഭക്തൻ, മൽഭക്ത ദ്വേഷി. ഇങ്ങനെ 9 തരം ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് ഇവർക്കൊന്നും ഈ ജ്ഞാനം ഉപദേശിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാ ഈ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവരെല്ലാം ഒന്നന്നെയല്ലേ എന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ വ്യത്യാസം. അതുകൊണ്ടാണ് വിവിധ പേരുകൾ പറഞ്ഞത്. ഖലൻ എന്ന് പറഞ്ഞാല് ദുഷ്ടൻ, പരദ്രോഹം ചെയ്യുന്നവരാണ് ദുഷ്ടന്മാര്. അന്യരെ ദ്രോഹിക്കുന്നതിൽ ഒരു മടിയുമില്ല, ഒരു ലജ്ജയുമില്ല, ഒരു എന്താ പറയുക സങ്കോചവുമില്ല. അങ്ങനെ ക്രൂരതയോടുകൂടെ അന്യരെ വേദനിപ്പിക്കുന്നവരെയാണ് ഖലന്മാരെന്ന് പറയുന്നത്. അപ്പൊ പരദ്രോഹം ചെയ്യുന്നവർക്ക് ഇത് ഉപദേശിച്ചിട്ട് കാര്യമില്ല. കാരണം പരനിൽ ഈശ്വരനെ കാണുന്നവർക്ക് മാത്രമേ ഈ ബ്രഹ്മജ്ഞാനം പ്രകാശിക്കാൻ പോകുന്നുള്ളൂ.
പരനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ സർവം ഖൽവിതം ബ്രഹ്മ എന്നുള്ള ബോധം ഉറയ്ക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും എന്നിട്ട് പിന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുകയും ചെയ്യുന്നത് അത്യന്ത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റുള്ളവരെ ശത്രുക്കളെ പോലെ കാണുകയും അവരെ പരമാവധി ചൂഷണം ചെയ്യുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരാളോട് പോയിട്ട് തത്വമസി എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ശരീരമാണ് ഈശ്വരൻ എന്ന് വിചാരിച്ചുകൊണ്ടോ ഞാൻ മാത്രം ഈശ്വരൻ, മറ്റുള്ളവരൊക്കെ അനീശ്വരന്മാരാണ്, അവരൊക്കെ എന്നാൽ ഹിംസിക്കപ്പെടേണ്ടവരാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ധാരണ അവർക്ക് ഉറച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉപദേശിക്കരുത്. അവർക്ക് ഈ ആത്മജ്ഞാനം ഒട്ടും പ്രകാശിക്കാൻ പോകുന്നില്ല. പാറപ്പുറത്ത് വിത്ത് വിതയ്ക്കും പോലെയാണ് ഈ ദുഷ്ടന്മാർക്ക് ഉപദേശം കൊടുക്കുന്നത്. അപ്പോ ന ഖലായ ഉപദേശിച്ചത്, പരദ്രോഹം ചെയ്യുന്നവർക്ക് ഉപദേശിക്കരുത്. അതുപോലെ അവിനീതായ, വിനയം ഇല്ലാത്തവനായിക്കൊണ്ട്, ഒട്ടും ബഹുമാനമില്ലാത്തവൻ, ഗുരുക്കന്മാരെ അതുപോലെയുള്ള ജ്ഞാനികളെ, ശ്രേഷ്ഠന്മാരെ, മഹാത്മാക്കളെ തന്നേക്കാൾ പ്രായം കൊണ്ടോ സ്വഭാവം കൊണ്ടോ അറിവുകൊണ്ടോ തപസ്സുകൊണ്ടോ ഉയർന്നിരിക്കുന്നതായിട്ടുള്ള ആളുകളെ ബഹുമാനിക്കുവാനും താൻ ചെറുതാണെന്ന് കരുതുവാനുമുള്ള വിനയമില്ലാത്ത അവിനീതന്മാരോട് പറയരുത്. നമ്മൾ 2 ദിവസം പുത്തൂരമ്പലത്തില് പ്രാർത്ഥനാ ഷഡ്പതി എന്നൊരു സ്തോത്രം എടുത്തു. അതിൽ ആദ്യത്തെ പ്രാർത്ഥന തന്നെ എന്തായിരുന്നു? അവിനയമപനയ വിഷ്ണോ ദമയ മന ശമയ വിഷയ മൃഗതൃഷ്ണാം ഭൂതദയാം വിസ്താരയ താരയ സംസാരസാഗരതഃ. സംസാരസാഗരത്തിൽ നിന്ന് എന്നെ താരണം ചെയ്യൂ എന്ന് അവസാനവും പ്രാർത്ഥിച്ചു. അതിനെന്ത് വേണം? അതിന് മുൻ പറഞ്ഞ ക്വാളിറ്റീസ് വേണം. അവിനയമപനയ വിഷ്ണോ, ഹേ സർവവ്യാപിയായ ഈശ്വര, എല്ലായിടത്തും ഞാൻ അങ്ങയെ കാണുമാറാകണം. അപ്പോൾ മാത്രമേ എൻ്റെ ഉള്ളിലുള്ള അവിനയം പോവുകയുള്ളൂ, ഞാൻ വിനയാന്വിതനായി തീരുകയുള്ളൂ. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള അവിനയത്തെ അങ്ങ് ദൂരെ നീക്കിയാലും അങ്ങയുടെ തത്വം എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചുകൊണ്ട്. അവിനയമപനയ വിഷ്ണു ദമയ മന, എൻ്റെ മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ ബന്ധിച്ചാലും അതിനെ നിരോധിച്ചാലും, ദമയമന എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചാലും, ശമയ വിഷയമൃഗതൃഷ്ണാം എൻ്റെ വിഷയങ്ങളിലുള്ളതായിട്ടുള്ള ആഗ്രഹങ്ങളെ, കൊതികളെ ശമിപ്പിച്ചു തന്നാലും, ഭ്രമമാണത്, വിഷയങ്ങളിൽ സുഖമില്ല എന്ന് ബോധ്യപ്പെടുത്തി അതിനോട് വൈരാഗ്യമുണ്ടാക്കി തന്നാലും, ഭൂതദയാം വിസ്താരയ, സകല ചരാചരങ്ങളോടും എനിക്ക് കാരുണ്യമുണ്ടാകണം, ദയയുണ്ടാകണം. കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ആർദ്രതയുണ്ടാവണം, അവരെ സഹായിക്കാനുള്ള സന്നദ്ധതയുണ്ടാവണം. അതിനായിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ ആ ഭൂതദയ എന്ന ഗുണത്തെ വലുതാക്കി തന്നാലും വിസ്തരിച്ചാലും എങ്കിൽ മാത്രമേ എനിക്ക് സംസാര സാഗരത്തിൽ നിന്ന് തരണം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു, അല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഖലൻ എന്നുള്ളവൻ ഭൂതദയെ സമ്പാദിക്കണം, അവിനീതൻ വിനയത്തെ സമ്പാദിക്കണം. സ്തബ്ദായ എന്ന് പറഞ്ഞു. സ്തബ്ദായന ഉപദിശേത്. സ്തബ്ധൻ എന്ന് പറഞ്ഞാൽ സ്തംഭം പോലെ നിൽക്കുന്നവൻ, തൂണുപോലെ കുനിയാതെ നിൽക്കുന്നവൻ. എന്നെ പോലെ ആരുമില്ല, ഞാൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കേമൻ, ഞാൻ ആരാ മോൻ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിൽക്കുന്നവൻ, അഹങ്കാരി, അവനാണ് സ്തബ്ധൻ. അപ്പൊ സ്തബ്ധന്മാരോട്, ഗർവിഷ്ഠന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ദേഹാഭിമാനികളാണ്. അങ്ങനെയുള്ള ദേഹാഭിമാനികളോട് ദേഹാഭിമാനത്തിന് അതീതമായിരിക്കുന്ന ഈ തത്വത്തെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഉള്ളിലേക്ക് ഇറങ്ങാൻ പോകുന്നില്ല. അതുപോലെ ധർമ്മധ്വജായ ന ഉപദിശേത്. ധർമ്മധ്വജൻ, ധ്വജം എന്നാൽ കൊടിമരം, കൊടിക്കൂറയൊക്കെയാണ്. ധർമ്മധ്വജൻ എന്ന് പറഞ്ഞാൽ ഞാൻ ധർമ്മിഷ്ഠനാണെന്ന് കൊടിയും പിടിച്ച് നടക്കുന്നവൻ എന്ന് പറഞ്ഞാലോ, വലിയ പ്രൈഡ്
അഭിമാനം നടിക്കുന്നവൻ, ഇല്ലാത്ത ഗുണങ്ങളൊക്കെ എനിക്കുണ്ടെന്ന് കാണിച്ചു നടക്കുന്നവൻ, പൊങ്ങച്ചം കാണിച്ചു നടക്കുന്നവൻ, അവരാണ് ധർമ്മധ്വജന്മാർ. ഉള്ളിൽ അല്പം പോലും ഭക്തിയില്ലെങ്കിലും നല്ലോണം നെറ്റിയിൽ ഭസ്മക്കുറിയും ചന്ദനക്കുറിയും കുങ്കുമൊക്കെ ഇട്ടിട്ട് വേഷഭൂഷാദികളോട് കൂടിയിട്ട് ഞാൻ ഭക്തശിരോമണിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന മൂഢന്മാർ, അവരൊക്കെയാണ് ധർമ്മധ്വജന്മാർ. പൂണോലിട്ടിട്ടുണ്ട്, അതിൻ്റെ താല്പര്യം എന്താണെന്ന് അറിയാതെ അതുമാത്രം കാണിച്ചുകൊണ്ട് ഞെളിഞ്ഞു നടക്കുന്നവർ, അതുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ, യജ്ഞോപവീതമാണത്, യജ്ഞം ചെയ്യാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഉപവീതമാണ് ഈ പൂണൂല് എന്ന് പറയുന്നതായിട്ടുള്ള ഈ ചിഹ്നം. അത് മറ്റുള്ളവരെ കാണിച്ച് പൊങ്ങച്ചം നടിക്കാനുള്ള സാധനമല്ല. അപ്പൊ ഇങ്ങനെ ഇവരെയൊക്കെയാണ് ധർമ്മധ്വജന്മാരെന്ന് പറയുന്നത്, ധർമ്മിഷ്ഠന്മാരെന്ന് നടിക്കുന്നവർ. അതുപോലെ ലോലുപായ ന ഉപദിശേത്, ലോലുപന്മാരെന്നാൽ വിഷയങ്ങളിൽ ആഗ്രഹം അധികരിച്ചവർ, വിഷയലമ്പടന്മാരായിരിക്കുന്നവർ, എന്ത് കിട്ടിയാലും വായും പൊളിച്ച് എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞ് പുറകെ പോകുന്നവർ, എല്ലാം ലോകത്തിലുള്ള സകലതും സ്വന്തമാക്കാനായി കൊണ്ട് പരിശ്രമിക്കുന്നവർ ലോലുപന്മാർ. അതുപോലെ ഗൃഹാരൂഢ ചേതസേ, ഗൃഹങ്ങളിൽ നല്ലതുപോലെ ഉറച്ച ബുദ്ധിയോട് കൂടിയവർ, വീട്, ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, ഗൃഹത്തിലുള്ളതായിട്ടുള്ള ഉപകരണങ്ങൾ, വാഹനങ്ങൾ, ധനം, ഇതിലൊക്കെ ആസക്തിയോടുകൂടി അതുണ്ടാക്കാനും അതിനെ സംരക്ഷിക്കുവാനും തന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആശ്രിതരായിരിക്കുന്ന ബന്ധുജനങ്ങളെ പോഷിപ്പിക്കുവാനുമായി കൊണ്ട് നിരന്തരം കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട്. ഈശ്വര ചിന്തയോ ആത്മീയ ചിന്തയോ ഒന്നും ഇല്ലാതെ. അങ്ങനെയുള്ള ആസക്ത ചേതരായിട്ടുള്ള ആളുകൾക്കും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരോട് ഇതൊക്കെ പറയാൻ പോയാൽ അവർ പറയും ഇതൊന്നും ഇപ്പം കേൾക്കാറായിട്ടില്ല, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ഞങ്ങൾക്ക് തിരക്കിലാണ്, ഇതൊന്നും കേൾക്കാനുള്ള സമയമില്ല അപ്പോൾ എന്ന് പറയും. അപ്പൊ ഗൃഹാരൂഢ ചേതസേ ന ഉപദിശേത്, മേ അഭക്തായ ന ഉപദിശേത്, എന്നിൽ ഭക്തിയില്ലാത്തവന്, ഈശ്വരനെ ബഹുമാനിക്കാത്തവൻ, ഈശ്വര തത്വം അറിയാത്തവൻ, ഈശ്വരനോട് പ്രേമമില്ലാത്തവൻ, അങ്ങനെയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മൽ ഭക്തദ്വിഷാം അപി, എന്റെ ഭക്തന്മാരെ ദ്വേഷിക്കുന്നവരോടും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്റെ ഭക്തന്മാരെ ദ്വേഷിക്കുന്നവരാണ്. അപ്പൊ അവരുടെയും ചെവി അടഞ്ഞിരിക്കുകയാണ്, ഹൃദയം കഠിനമാണ്. ഇതൊന്നും അവരുടെ ചെവിയിലേക്ക് ഇറങ്ങാൻ പോകുന്നില്ല, അവരെ ആർദ്രമാക്കാൻ പോകുന്നില്ല, അവർക്ക് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തിനാ വെറുതെ സമയം കളയുന്നത്? അതുകൊണ്ട് ഭഗവത് ഭക്തന്മാരെ ദ്വേഷിക്കുന്നവരോടും ഇതൊന്നും ന ഉപദിശേത്, ഇത് ഉപദേശിക്കരുത്. ഈ കപില ഭഗവാൻ 25-ാം അധ്യായം തൊട്ട് ഈ 32-ാം അധ്യായം വരെ 8 അധ്യായങ്ങളിൽ ഉപദേശിച്ചതെല്ലാം ബാധകമാണ്. ആർക്കും ഇന്നവർക്കൊന്നും ഉപദേശിക്കരുത് എന്ന് പറഞ്ഞാൽ ഇന്ന ആളുകൾക്കൊന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല, വെറുതെ പ്രയത്നം ചെയ്യൽ മാത്രം, ഫലമില്ല എന്നർത്ഥം. അവർക്ക് പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത് കേട്ട ആൾക്കാരൊക്കെയോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ലിസ്റ്റിൽ പെടാത്തവരായതുകൊണ്ടാണ് ഇത്രയും ദിവസം ശ്രദ്ധയോടുകൂടെ കേട്ടത്. ഞങ്ങൾക്കിത് കേൾക്കണം, ഞങ്ങൾക്കിത് ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു ശ്രദ്ധയോട് കൂടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇത് കേട്ടത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 2 ശ്ലോകത്തിൽ പറഞ്ഞ 9 പേരിൽ നിങ്ങൾ ആരും പെടുകയില്ല. ഇനി അടുത്ത 2 ശ്ലോകങ്ങളിൽ ഒരു ലിസ്റ്റ് തരുന്നുണ്ട്, ആർക്കൊക്കെ ഉപദേശിക്കാം എന്ന്. അതിൽപ്പെട്ടവരാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് നമുക്കിത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായത്, ശ്രദ്ധയുണ്ടായത്. അപ്പം അതുകൊണ്ട് ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ഇന്നവർക്ക് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം, ഉപദേശിക്കുന്നത് വേസ്റ്റാണ്, പാറപ്പുറത്ത് വിത്ത് വിതയ്ക്കും പോലെയാണ്, കുടം കമഴ്ത്തി വെള്ളമൊഴിക്കും പോലെയാണ്, ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിക്കും പോലെയാണ്, മരുഭൂമിയിൽ മണലിൽ വെള്ളം നനച്ച് കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണ് എന്നൊക്കെ അർത്ഥമാണ്. ഇതൊന്നും പ്രയോജനം ചെയ്യുന്നതല്ല, വൃഥാ പരിശ്രമം മാത്രം. നഹി തദ്ഘലായോപദിശേത് ന അവിനീതായ കർഹിചിത് ന സ്തബ്ദായ ന ഭിന്നായ നൈവ ധർമ്മധ്വജായ ച
ന ലോലുപായോപതിശേത ന ഗൃഹാരൂഢചേതസേ ന ഭക്തായ ച മേ ജാതു ന മൽഭക്തദ്വിഷാമപി. നീ അഭക്തായ ജാതു ന, ജാതു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 41, 42 ശ്ലോകങ്ങളിൽ അധികാരികളായിരിക്കുന്ന ആളുകളെ പറയുന്നു. ശ്രദ്ധധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ച ബഹിർജാത വിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മൽസരായ ശുചയേ യസ്യാഹം പ്രേയസാം പ്രിയഃ. ശ്രദ്ധധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ച ബഹിർജാത വിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മൽസരായ ശുചയേ യസ്യാഹം പ്രേയസാം പ്രിയഃ. അപ്പോ ദീയതാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീയതാം എന്ന് പറഞ്ഞാലോ കൊടുക്കപ്പെടട്ടെ, നൽകപ്പെടട്ടെ, ഇഷ്ടം പോലെ വാരി കൊടുക്കൂ അവർക്ക് എന്നാണ് താല്പര്യം. അപ്പൊ ആർക്കൊക്കെ ദീയതാം? 11 വിധം ഗുണങ്ങളുള്ളവർക്ക് ഇത് ഉപദേശിക്കാം, അവർക്കിത് ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്, അധികാരികളാണ് എന്ന് കാണിക്കുന്നതാണ് ഈ 41, 42 ശ്ലോകങ്ങളിൽ. 11 വിധം ഗുണങ്ങളെ പറയുന്നുണ്ട്. ശ്രദ്ധദാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ച ബഹിർജാത വിരാഗായ ശാന്തചിത്തായ നിർമ്മൽസരായ ശുചയേ യസ്യാഹം പ്രേയസാം പ്രിയഃ. 11 കൂട്ടർ, 11 തരക്കാര്. ഇവരൊക്കെ നല്ലവരാണ്, ഇവരൊക്കെ അധികാരികളാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും പറയുകയാണ്. ആരാണ്? ശ്രദ്ധദാനായ ദീയതാം. ശ്രദ്ധദാനായ ദീയതാം, ശ്രദ്ധയെ ധരിച്ചിരിക്കുന്നവർക്ക് നൽകേണ്ടതാണ്, നൽകപ്പെടണം. അപ്പൊ എന്താ ശ്രദ്ധ? ശ്രദ്ധ എന്ന് പറഞ്ഞാല് ഗുരുക്കന്മാരും ശാസ്ത്രങ്ങളും പറയുന്നത് സത്യമാണ് എന്നുള്ള ബുദ്ധിയാണ് ശ്രദ്ധ. അതിൽ അവിശ്വാസമില്ലാതിരിക്കുക. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാ അവധാരണ സാ ശ്രദ്ധ കഥിതാ സദ്ഭിഹി യയാ വസ്തുപലഭ്യതേ. ശ്രദ്ധയെക്കുറിച്ച് ശങ്കരാചാര്യര് വ്യാഖ്യാനിച്ചു തരികയാണ്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ. ശാസ്ത്രത്തിനെയും ഗുരുവാക്യത്തിനെയും സത്യബുദ്ധിയോടുകൂടി സ്വീകരിക്കുക, അവധാരണം ചെയ്യുക, ബുദ്ധിയിലേക്ക് ഉറപ്പിക്കുക. പിന്നെ ഉറപ്പിക്കാന്ന് വിചാരിക്കുകയല്ല. സംശയമുള്ളവരാണ്, അത് അവിടെ ഇരിക്കട്ടെ, നോക്കിയിട്ട് നമുക്ക് ഉറപ്പിക്കാം. കുറച്ച് അന്വേഷണത്തിനൊക്കെ വിഷയമാക്കിയതിന് ശേഷം നമുക്ക് തൃപ്തി വരുമ്പോൾ മാത്രം ഉറപ്പിക്കാം. അല്ല, കളയേണ്ടതാണെങ്കിൽ കളയാം എന്ന് വിചാരിച്ചാൽ അവിടെ ശ്രദ്ധയില്ല, അവിടെ നിങ്ങളുടെ യുക്തിയാണ് പ്രയോഗിക്കുന്നത്. നമ്മുടെ യുക്തിക്ക് അപ്പുറത്താണ് മഹാത്മാക്കൾ, അവരുടെ ബുദ്ധിയും അവരുടെ അനുഭവവും. പൂർവീകരായിട്ടുള്ള എത്രയോ മഹാത്മാക്കൾ അവർ അഭ്യസിച്ച് ബോധ്യം വന്നിട്ടുള്ളതാണ്. എത്രയോ ആളുകൾ അനുഭവിച്ചതാണ്, ടൈം ടെസ്റ്റഡ് ആണ്, കാലാകാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന സാധനകളാണിതെല്ലാം. അങ്ങനെയുള്ള തത്വങ്ങളാണ് അവർ ഉപദേശിക്കുന്നത്. ഇതിപ്പോ ഇനിയിപ്പോ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് വേണ്ട പ്രൂവ് ചെയ്യാൻ. എത്രയോ ജ്ഞാനികൾ ടെസ്റ്റ് ചെയ്ത് അനുഭവിച്ച് ബോധ്യം വരുത്തി സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. വിഡ്ഢികളായിട്ടുള്ള മൂഢന്മാരായിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഈ വിഷയത്തിൽ ആവശ്യമില്ല എന്നുള്ള ആ ഒരു ഭാവമാണ് ശ്രദ്ധ. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള ശ്രദ്ധ. ആ ശ്രദ്ധദാനായ, ശ്രദ്ധയെ ധരിക്കുന്നവർക്കും ഭക്തായ, ഉപദേശിക്കുന്ന ആളോട് ഭക്തി.
ഈശ്വരനോട് ഭക്തി, അതായത് ഗുരുവിനോടും ഈശ്വരനോടും ഭക്തിയും വിനയവും പ്രേമവുമൊക്കെ ഉള്ളവരാണ് ഭക്തന്മാർ. അങ്ങനെയുള്ള ഭക്തായ വിനീതായ വിനയമുള്ളവനായിക്കൊണ്ട്, ഞാൻ കേമനാണെന്ന് വിചാരിക്കാതെ, ഞാൻ നിസ്സാരനാണെന്ന് കരുതിക്കൊണ്ട് ഗുരുക്കന്മാരുടെ മുമ്പിൽ ശരണം പ്രാപിച്ചിരിക്കുന്നവർ, ഈശ്വരനെ ശരണം പ്രാപിച്ചിരിക്കുന്നവർ, അവരാണ് വിനീതന്മാർ. അങ്ങനെയുള്ളവരോടും അതുപോലെ അനസൂയവേ, അനസൂയു എന്ന് പറഞ്ഞാൽ അസൂയയില്ലാത്തവൻ. അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? പരന്മാരുടെ ഗുണങ്ങളെ ദോഷമായി കാണുക, മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ അത് സഹിക്കാതിരിക്കുക, അതൊക്കെയാണ് അസൂയ. അപ്പൊ പരന്റെ ഗുണങ്ങളെ ദോഷമായി പറയുന്നത് അസൂയ കൊണ്ടാണ്. പരന്റെ സമൃദ്ധി കാണുമ്പോൾ അത് അസഹിഷ്ണുത ഉണ്ടാവുക, അത് അസൂയ കൊണ്ടാണ്. അത് ആ ദോഷങ്ങളില്ലാത്തവൻ അനസൂയു. അപ്പൊ അനസൂയുവിനോട് ഉപദേശിക്കുക. അതുപോലെ ഗുരുവിനോടും മത്സരബുദ്ധി ഇല്ലായ്മയും അനസൂയയാണ്. ഗുരുക്കന്മാരോട് മത്സരബുദ്ധി, എളുപ്പത്തിൽ ഗുരുവിനേക്കാൾ വലിയ ആളാവണം എനിക്ക് എന്ന് വിചാരിച്ചു കൊണ്ടുവരുന്ന ശിഷ്യഗണങ്ങളുണ്ട്. ഗുരുവിനോട് മത്സരിച്ചുകൊണ്ട്, ഗുരുവിനേക്കാൾ കേമനാണ് ഞാനെന്ന് കരുതിക്കൊണ്ട്, ഗുരുവിനേക്കാൾ വലിയ ആളാവണം എളുപ്പത്തിൽ എന്ന് കരുതുന്ന കുറെ മൂഢന്മാരുണ്ട്. അവരൊക്കെ അസൂയാലുക്കളാണ്. അപ്പോൾ അനസൂയവേ, അനസൂയുവിന് ഉപദേശിക്കാം. ഭൂതേഷു കൃതമൈത്രായ, ഭൂതങ്ങളിൽ ജീവരാശികളിൽ സകല ചരാചരങ്ങളോടും മൈത്രിയെ ചെയ്യുന്നവർ, എല്ലാവരുടെയും മിത്രമായി, എല്ലാവർക്കും വെൽവിഷറായി, സുഹൃത്തായി പെരുമാറുന്നവർ, അതാണ് ഭൂതദയ ഉള്ളവർ. അതാണ് ഭൂതേഷു കൃതമൈത്രായ, സകല ഭൂതങ്ങളോടും സ്നേഹഭാവം പുലർത്തുന്നവർ കൃതമൈത്രന്മാർ. ശുശ്രൂഷാഭിരതായ ച, ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രവിക്കുന്നതിലുള്ള ഇച്ഛ, ശ്രോതുമിച്ഛ ശുശ്രൂഷ. അപ്പൊ ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കാനുള്ള അഭിരുചി, ശ്രദ്ധ, അത് തന്നെയാണ് ശുശ്രൂഷ, ശ്രോതുമിച്ഛ. അപ്പൊ കേൾക്കുന്നതിൽ പ്രീതി, അതാണ് ശുശ്രൂഷ. അഭിരതായച്ച, എപ്പോഴും ശ്രവണം ചെയ്യാൻ താല്പര്യം. ഇന്നത്തെ ശങ്കരചരിതം പറഞ്ഞപ്പോ തോടകാചാര്യരുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ഗിരി എന്ന പേരിലുണ്ടായിരുന്ന, ആനന്ദഗിരി എന്നും അറിയപ്പെടുന്ന അദ്ദേഹം തന്നെയാണ് പിന്നീട് തോടകാചാര്യരായ. ആ കഥയാണെന്ന് ശങ്കരചരിതത്തിൽ സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തോടകാചാര്യരുടെ അല്ലെങ്കിൽ ഗിരിയുടെ ഗുണങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ശുശ്രൂഷ അഭിരതായ, ശ്രവണം ചെയ്യുന്നതിൽ എന്തെന്നില്ലാത്ത താല്പര്യം. ആചാര്യ ഭഗവത്പാദര വേദാന്തം ഭാഷ്യങ്ങളൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തോടകാചാര്യർ അല്ലെങ്കിൽ ഗിരി തൊഴുകയ്യോടെ നിർനിമേഷനായി ആചാര്യന്റെ ആ ശബ്ദം പോലും മധുരമായി ഒരു പാൽപായസം കുടിക്കുന്ന പോലെ തന്റെ ചെവി കൊണ്ട് കുടിച്ചുകൊണ്ട്, അമൃതം പോലെ പാനം ചെയ്തുകൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടൊരു ഭാവം. എല്ലാം മനസ്സിലായി എന്നുള്ള ഭാവവുമില്ല, ഞാൻ പണ്ഡിതനാണെന്നുള്ള ഭാവവുമില്ല. ആരെങ്കിലും തന്നോട് ഇതിനെക്കുറിച്ച് സംശയം ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ലേ എന്നുള്ള വിനയം. അങ്ങനെയുള്ള ഭാവമാണ് ഇവിടെ. ശുശ്രൂഷ അഭിരതായച്ച്, ശുശ്രൂഷയിൽ അഭിരതി. ബഹിർജാത വിരാഗായ, ബഹിഹി ബാഹ്യ വിഷയങ്ങളിൽ, ജാതവിരാഗായ വിരാഗം ജനിച്ചവൻ, ഒന്നിനോടും ആസക്തിയില്ലാത്തവൻ, ഒരു വസ്തുവിന്റെ പുറകെയും പോകുന്നില്ല, എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നില്ല, അങ്ങനെ ലോകത്തിൽ ഒന്നും വെട്ടിപ്പിടിക്കാനുള്ള കൊതിയില്ല, അവനാണ് ജാതവിരാഗൻ. ബഹിർജാതവിരാഗൻ, ബാഹ്യവിഷയങ്ങളിൽ വൈരാഗ്യം ജനിച്ചവൻ. ശാന്തചിത്തായ, മനസ്സ് ശാന്തമായിരിക്കുന്നു, അന്ധക്കരണം ശാന്തമായിരിക്കുന്നു, ഒരു തരത്തിലുള്ള രാഗദ്വേഷ കലുഷിതവുമല്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇത്യാദി വാസനകൾ കൊണ്ട്, ദോഷങ്ങൾ കൊണ്ട് അത് കലുഷിതമായി തിളച്ചു മറിയുന്നില്ല.
ഈ ദോഷങ്ങളൊക്കെ പോയതുകൊണ്ട് അന്ധക്കരണം ശാന്തം. ഒരു തരത്തിലുള്ള പ്രകോപനവും അവിടെ ഉണ്ടാവുന്നില്ല. ബാഹ്യ ലോകത്ത് തന്നെ എന്തെല്ലാം പ്രകോപനമുണ്ടായാലും ആ പ്രകോപന രംഗത്തും ശാന്തരായി അതിനെ നേരിടുക. തൻ്റെ ആന്തരിക ഭാവത്തിന് യാതൊരു ഭേദവുമില്ലാതെ, ക്ഷോഭിക്കാതെ, എല്ലാം നിസ്സാരമായി കണ്ടുകൊണ്ട് എല്ലാറ്റിനെയും പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുക, ഏത് രംഗത്തെയും. മഹാത്മാക്കളുടെ ചിത്തം അങ്ങനെയുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള യോഗ്യതയുള്ളവർ അവർക്ക് പറഞ്ഞു കൊടുക്കൂ. പ്രകോപിതരാവാത്ത ശാന്തചിത്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ദീയത. ഇപ്പം നമ്മളിതെല്ലാം തെരഞ്ഞു നടന്നാൽ എല്ലാം തികഞ്ഞ് ശിഷ്യന്മാരെ കിട്ടാൻ പോകുന്നില്ല. അത് നമ്മുടെ തോടകാചാര്യരെ പോലെയുള്ള ആളുകളെ കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോഴുള്ള നമ്മൾ ഇതിൽ അല്പമൊക്കെ ഉണ്ട്, ഈ ഗുണങ്ങളൊക്കെ നമ്മളിൽ അല്പാൽപ്പമുണ്ട്. അതിനെ കൂടുതൽ കൂടുതൽ നമ്മൾ വളർത്തിയെടുക്കണം. ഇപ്പോഴുള്ള ഗുണങ്ങളെ കൂടുതൽ കൂടുതൽ അഭ്യാസം കൊണ്ട് വളർത്തിയെടുക്കുക. അപ്പോഴേ നമുക്ക് ഈ ശ്രവണം കൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ ശ്രവണം ചെയ്യുന്നുണ്ട്, അത് വേണ്ടത്ര പ്രയോജനം ചെയ്യുന്നില്ലെങ്കിൽ ആരുടെ കുറ്റം എന്നാണെങ്കിൽ, നമ്മൾ വിത്ത് വിതച്ചിട്ടും അത് മുളയ്ക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടതുപോലെ പോഷണം ഉണ്ടാവുന്നില്ല, സസ്യങ്ങൾക്ക് അത് പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല എങ്കിൽ എന്താണ് ദോഷം? ആ ഭൂമിയുടെ ദോഷമായിരിക്കാം. അവിടെ വളക്കൂറുണ്ടാവില്ല, അല്ലേ? നമ്മൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് വളക്കൂറുണ്ടാക്കാനുള്ള പണി ചെയ്യും. വെള്ളമില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും, വളം ഇട്ടുകൊടുക്കും. വേറെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീക്കി കൊടുക്കും. അപ്പോഴേ നമ്മൾ വിതച്ച വിത്തിന് വേണ്ട പ്രയോജനം ലഭിക്കുള്ളൂ, ഉദ്ദേശിച്ച വിള അത് നൽകുള്ളൂ. അപ്പം അതുപോലെ ഇവിടെ ശാസ്ത്രങ്ങളും ആചാര്യന്മാരും നിങ്ങളുടെ ഉള്ളിൽ വിത്ത് വിതയ്ക്കുന്നുണ്ട്, പക്ഷെ വേണ്ടത്ര പുഷ്കലമായിട്ട് അത് ഫലിക്കുന്നില്ല. എങ്കിൽ എന്താ കുഴപ്പം? എവിടെയാ കുഴപ്പം? അവിടെ മണ്ണിനാണ് കുഴപ്പം. ഏത് മണ്ണിന്? കേൾക്കുന്ന അന്ധക്കരണമാകുന്ന മണ്ണിന്. അപ്പം അതിന് ഭക്തിയുടെ വെള്ളമൊഴിച്ച് നല്ല ഗുണങ്ങളാകുന്ന വളം ഇട്ടുകൊടുത്ത്, ദൈവീ സമ്പത്ത് എന്ന് പറയുന്ന വളം ഇട്ടുകൊടുത്ത്, അതിലുള്ള രാഗദ്വേഷങ്ങളാകുന്ന കളകളൊക്കെ പറിച്ചു കളഞ്ഞ് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പം നമ്മുടെ കുഴപ്പമാണ് ഇത് ഫലിക്കാത്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃഷി ചെയ്യുമ്പോൾ മണ്ണൊരുക്കും പോലെ ഈ ആധ്യാത്മിക വിത്ത് വിതയ്ക്കുമ്പോൾ ഇതിൻ്റെ സാഫല്യം നമുക്ക് വേണ്ടതുപോലെ ലഭിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നമ്മൾ ശുദ്ധമാക്കി, പാകമാക്കി, വളക്കൂറുള്ളതാക്കി മാറ്റിയെടുക്കണം. അതിനാണ് ഈ പറഞ്ഞ ഗുണങ്ങൾ. അപ്പോൾ ആചാര്യന്മാരുടെ ദോഷമോ ശാസ്ത്രങ്ങളുടെ ദോഷമോ അല്ല, ഉപദേശിക്കാത്ത കുഴപ്പവുമല്ല. പിന്നെയോ നമ്മുടെ ഉള്ളിലെ മണ്ണിന് വേണ്ടത്ര വളക്കൂറില്ലാത്തത് കൊണ്ടാണ്, അതിന് വേണ്ട അനുകൂല സാഹചര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് അനുകൂല സാഹചര്യമാക്കി എടുക്കുക, വളക്കൂറുള്ളതാക്കി എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ അഭ്യസിച്ച് വർദ്ധിപ്പിക്കുക. ശ്രദ്ധദാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാവിരതായ ച ബഹിർജാത വിരാഗായ ശാന്തചിത്തായ ധീയതാം നിർമ്മത്സരായ ശുചയേ യസ്യാഹം പ്രേയസാം പ്രിയഃ. അവസാനത്തെ വരിയില് നിർമ്മത്സരായ ധീയതാം. നിർമ്മത്സരൻ എന്ന് പറഞ്ഞാൽ ആരോടും മത്സരിക്കാത്തവൻ, പരന്മാരുടെ ഉത്കർഷം കാണുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവൻ, അതിനോട് മത്സരിക്കുന്നില്ല. അതാണ് മത്സരമില്ലാത്തവൻ, നിർമ്മത്സരൻ. ശുചയേ എന്ന് പറയുമ്പോൾ ശുചി ഉള്ളവൻ. ശുചി എന്ന് പറഞ്ഞാൽ സദാചാരനിഷ്ഠ തന്നെയാണ് ഏറ്റവും വലിയ ശുചി. സദാചാര നിഷ്ഠ, എല്ലാ ആചാരങ്ങളും സദാചാരങ്ങളും പരമാവധി നന്നായി പാലിക്കലാണ്
ശുചി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സദാചാരനിഷ്ഠയാകുന്ന ശൗചം അതുള്ളവർക്കും. ഇനി യസ്യ അഹം പ്രേയസാം പ്രിയ, യസ്യ ഏതൊരുവനാണോ അഹം ഞാൻ പ്രിയന്മാരിൽ വെച്ച് പ്രിയം ആയിരിക്കുന്നത്, സർവോപരി പ്രേമം എന്നോട് ആർക്കാണോ ഉള്ളത്, ആർക്കാണോ ഈശ്വരനോട് അധികം പ്രേമമുള്ളത്, ഭക്തിയുള്ളത്, അവന് ഉപദേശിക്കുക. ഇങ്ങനെ 11 ഗുണങ്ങളെ പറഞ്ഞു, 11 തരം അധികാരികളെ പറഞ്ഞു. ഇതെല്ലാം ഉള്ളവരാവാം, ഇതിലേതെങ്കിലും ഉണ്ടായാലും മതി, നമുക്ക് ഈ പറഞ്ഞ ഉപദേശത്തിന് അർഹത ഉണ്ടാവുന്നു. ബഹിർജാത വിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മൽസരായ ശുചയേ യസ്യാഹം പ്രേയസാം പ്രിയഃ. ഇങ്ങനെ 4 ശ്ലോകങ്ങളെ കൊണ്ട് 2 ശ്ലോകങ്ങളിൽ അനധികാരികളെയും 9 ലക്ഷണം പറഞ്ഞു. പിന്നെ 2 ശ്ലോകങ്ങളിൽ 11 ഗുണങ്ങൾ പറഞ്ഞ് അധികാരികളെയും ചൂണ്ടിക്കാണിച്ചു. ഇനി 43-ാമത്തെ ശ്ലോകത്തിൽ ഫലശ്രുതി പോലെ പറഞ്ഞ് ഇത് കേൾക്കുന്ന നമ്മൾ എത്ര ഭാഗ്യവാന്മാർ, ധന്യധന്യർ എന്ന് നമ്മുടെ ഉള്ളില് ആ ഒരു ബോധം ഉണ്ടാക്കുന്നു. യയിദം ശൃണുയാദംബ ശ്രദ്ധയാ പുരുഷ സകൃത് യോ വാഭിദത്തെ മച്ചിത്തഃ സഹ്യേതി പദവീം ച മേ. യയിദം ശൃണുയാദംബ ശ്രദ്ധയാ പുരുഷ സകൃത് യോ വാഭിദത്തെ മച്ചിത്തഃ സഹ്യേതി പദവീം ച മേ. ശ്രവണ കീർത്തന ഫലമാണിത്. എന്തൊക്കെയാണ്? യഹ പുരുഷ എന്ന് പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ യഹ പുരുഷ, ഏതൊരു പുരുഷനാണോ, സ്ത്രീയുമാവാം, അമ്മ സ്ത്രീയാണ്, ദേവഹൂതിയോടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പുരുഷന്മാര് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ എങ്കിൽ അമ്മയോട് എന്തിനാ പറയാൻ പോയത്? അപ്പൊ ഇവിടെ പുരുഷ ശബ്ദം കൊണ്ട് നരഹ എന്നർത്ഥം. നരഹ എന്ന് പറഞ്ഞാൽ മനുഷ്യർ, നാരികൾ അടക്കം എന്നർത്ഥമാണ്. അപ്പൊ യഹ പുരുഷ, ഏതൊരു മനുഷ്യനാണോ, ഏതൊരു ജീവനാണോ, ശ്രദ്ധയാ ഇതം സകൃത് ശൃണുയാത്, ശ്രദ്ധാഭക്തികളോടുകൂടെ ഇതം ഈ ഉപദേശത്തെ സകൃത് ഒരിക്കലെങ്കിലും ശൃണുയാത് ശ്രവിക്കുന്നത്. ആരാണോ ഞാൻ ചെയ്ത ഈ ഉപദേശത്തെ ഒരിക്കലെങ്കിലും ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നത്, യഹവ മച്ചിത്തഃ സകൃത് അഭിദത്തെ, യഹവ ഏതൊരുവനാണോ മച്ചിത്തഃ എന്നെ ചിത്തത്തിൽ ഉറപ്പിച്ചുകൊണ്ട്, ഈശ്വരനായ എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, സകൃത് ഒരിക്കലെങ്കിലും അഭിദത്തെ, അഭിദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കായി ഉപദേശിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അഹങ്കാരരഹിതന്മാരായി ആരാണോ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, സഹച മേ പദവീം ഏതിഹി, അവനും ഒരിക്കലെങ്കിലും ശ്രദ്ധയോടുകൂടി കേട്ടവനും ഒരിക്കലെങ്കിലും ഭക്തിയോടുകൂടി ഇത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുത്തവനും, 2 കൂട്ടരും മേ പദവീം ഏതി ഹി, ഹി എന്നുള്ളത് നിശ്ചയം, ഏതി പ്രാപിക്കുന്നു. ഏതിനെ പ്രാപിക്കുന്നു? മേ പദവിയും, എന്റെ പദവിയെ. എന്റെ പദവി എന്ന് പറഞ്ഞാലോ ഈശ്വരഭാവത്തെ, പരമാത്മഭാവത്തെ, ബ്രഹ്മഭാവത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരിക്കലെങ്കിലും കേട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് അവൻ അധികം താമസിയാതെ പൊക്കോളും. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ അവർ കല്യാണകൃത്തുക്കളാണ്, മംഗളകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അവരൊരിക്കലും ദുർഗതിയെ പ്രാപിക്കുകയില്ല, അവർ ശ്രേഷ്ഠമായ ഗതിയെ തന്നെ പ്രാപിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഭഗവാൻ, കപില ഭഗവാൻ ലക്ഷ്യം കാണിച്ചു തന്നു, മാർഗവും ഉപദേശിച്ചു തന്നു. കേട്ടിട്ട് ഇരുന്നിടത്ത് തന്നെ ഇരിക്കുകയല്ല വേണ്ടത്, യാത്ര തുടങ്ങുകയാണ് വേണ്ടത്. ശ്രവണം കഴിഞ്ഞു, ഇനി ആ ചെയ്ത ശ്രവണത്തെ വേണ്ട പോലെ ഉള്ളിൽ മനനം ചെയ്ത് ഉറപ്പിച്ച് നിധിധ്യാസനം ചെയ്ത് ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക, ആത്മജ്ഞാനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ
ഇവിടെ യാത്ര എന്ന് പറഞ്ഞാൽ അറിവിലാണ് യാത്ര, അല്ലാതെ ദേശത്തല്ല യാത്ര. ലക്ഷ്യമറിഞ്ഞു, ഇനി യാത്ര തുടരാം അല്ലെങ്കിൽ യാത്ര തുടങ്ങാം എന്ന് പറഞ്ഞാൽ ഈ യാത്ര അറിവിൽ തന്നെയുള്ള യാത്രയാണ്. ലക്ഷ്യം നാം തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, പുറത്തെവിടെയും പോകേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഈ പറഞ്ഞ 25, 26, 27, 28, 29, 30, 31, 32 8 അധ്യായങ്ങളായിട്ട് കപിലോപദേശം വിസ്തരിച്ച് നമ്മൾ കണ്ടു, അതെല്ലാം കേട്ടു. കപില ഭഗവാന്റെ ഉപദേശം ഇവിടെ ഉപസംഹരിച്ചു. ഇനി ഇത് കേട്ടതായിട്ടുള്ള കൃതാർത്ഥതയോടുകൂടിയ ദേവി തൻ്റെ കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് ഗുരുവായ ഈശ്വരനായ കപില ഭഗവാനെ സ്തുതിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ ആദ്യം. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് കുറച്ച് വായിക്കാം. ആ അധ്യായത്തോടുകൂടി 33-ാം അധ്യായത്തോടുകൂടി ഈ തൃതീയ സ്കന്ധവും പൂർണ്ണമാകുന്നു, കപില ഉപാഖ്യാനവും പൂർണ്ണമാകുന്നു. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയ സ്കന്ധേ കാപിലേയോപാഖ്യാനേ 32-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് 33-ാം അധ്യായം വായിക്കാം. 33-ാം അധ്യായത്തിൽ 37 ശ്ലോകങ്ങളാണ് ഉള്ളത്. നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 33-തമോऽധ്യായഃ. മൈത്രേയ ഉവാച. ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രീ സാ കർദമസ്യ ദയിതാ കില ദേവഹൂതിഃ. വിസ്രസ്തമോഹപടലാ തമഭിപ്രണമ്യ തുഷ്ടാവതത്വവിഷയാങ്കിത സിദ്ധിഭൂമിം. ദേവഹൂതിരുവാച. അദാപ്യജോന്തസ്സലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദദ്യൗ സ്വയം യജ്ജഠരാബ്ജജാതഃ. സയേവ വിശ്വസ്യ ഭവാൻ വിദത്തെ ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ. സർഗാദ്യനീഹോ അവിദദാപി സന്ധിഃ ആത്മേശ്വരോ അദർക്യസഹസ്രശക്തിഃ. സത്വം മൃദോ മേ ജഠരേണ നാദ കഥം മുയസ്യോദരയേ തദാസീത. വിശ്വം യുഗാന്തേ വടപത്രയേകഃ ശേതേ സ്മ മായാ ശിശുരംഘ്രിപാനഃ. ത്വം ദേഹതന്ത്രഃ പ്രശമായ പാപ്മനാം നിദേശവാചാം ച വിഭോ വിഭൂതയേ. യഥാവതാരാസ്തവ സൂകരാദയഃ തദായമപ്യാത്മപദോപലബ്ധയേ. യന്നാമധേയശ്രവണാനുകീർത്തനാദ് യൽ പ്രഹ്വണാദ് യത് സ്മരണാദഭിക്വചിത് സ്വാദോപി സദ്യ സവനായ കൽപ്പത്തെ കുതഃ പുനസ്തേ ഭഗവന്നുദർശനാദ്. അഹോ ബദസ്വപചോതോ ഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തത്തെ നാമ തുഭ്യം. തേ പുസ്തപസ്തേ ജുഹുഃ സ്വസ്നുരാര്യ ബ്രഹ്മാനൂജു നാമ ഗൃണന്തിയേതേ. തം ത്വാമഹം ബ്രഹ്മ പരം പുമാംസം പ്രത്യക്സ്രോതസ്യാത്മനി സംവിഭാവ്യം. സ്വതേജസാധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. മൈത്രേയ ഉവാച. ഈഡിതോ ഭഗവാനേവം കപിലാഖ്യഃ പരഃ പുമാൻ വാചാ വിക്ലവയേത്യാഹ മാതരം മാതൃവത്സലഃ. കപില ഉവാച. മാർഗേണാനേന മാതസ്തേ സുസേവ്യേനോദിതേന മേ ആസ്തിദേന പരാം കാഷ്ടാം അചിരാദവരോത്സ്യസി. ശ്രദ്ധൽ സ്വൈതന്മതം മഹ്യം ജുഷ്ടം യദ്ബ്രഹ്മവാദിഭിഃ യേന മാമഭവം യായ മൃത്യും മൃച്ഛന്ത്യ തദ്വിദഃ.
മൈത്രേയ ഉവാച ഇതി പ്രദർശ്യ ഭഗവാൻ സതീം താം ആത്മനോഗതിം സ്വമാത്രാ ബ്രഹ്മവാദിന്യാ കപിലോനുമതോ യയൗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. രണ്ട് മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് 8 വരെയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് ദേവഹൂതി ദേവി കപില ഭഗവാനെ നമസ്കരിച്ച് താൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ സംഗ്രഹിച്ച് അവതരിപ്പിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നു. അത് കേട്ട് സന്തുഷ്ടനായിട്ടുള്ള കപില ഭഗവാൻ അമ്മയോട് യാത്ര പറഞ്ഞ് പോയി എന്നുള്ളതാണ് 12-ാം ശ്ലോകം വരെയുള്ള ശ്ലോകങ്ങളുടെ ആശയം. അപ്പോൾ കപില ഭഗവാൻ തൻ്റെ ദൗത്യം, അമ്മയോടുള്ള തൻ്റെ കർത്തവ്യം പൂർത്തീകരിച്ച് അദ്ദേഹം കപിലാശ്രമം എന്നറിയപ്പെടുന്ന ഗംഗാസാഗര തീരത്തേക്ക്, ഗംഗയും സാഗരവും സംഗമിക്കുന്നതായിട്ടുള്ള സ്ഥാനം, അവിടേക്ക് അദ്ദേഹം പോവുകയാണ്. അതുവരെ വായിച്ചു. അതിനുശേഷം പിന്നീട് 13 മുതൽ അവസാനം വരെയുള്ളത് ദേവഹൂതി ദേവിയുടെ തപസ്സും ജീവിതവും അവധൂതചര്യയും ജീവൻ മുക്താവസ്ഥ, അത് കഴിഞ്ഞ് അവരുടെ ദേഹം വീണു പോകുന്നതും അവർ വിദേഹമുക്തയായി ഈശ്വരസ്വരൂപിയായി തീരുന്നതുമായിട്ടുള്ള ആ ഭാഗങ്ങളോട് കൂടിയിട്ടാണ് ഈ അധ്യായം അവസാനിക്കുക. അതാണ് ഈ 33-ാം അധ്യായത്തിൻ്റെ മൊത്തം സാരം. അതിൽ ആദ്യത്തെ 12 അധ്യായം കൊണ്ട് കപില ഭഗവാന്റെ ചരിത്രം പൂർണ്ണമാവുന്നു. അപ്പോൾ ആ ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് കുറച്ച് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. മൈത്രേയ ഉവാച ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രീ സാ കർദമസ്യ ദയിതാ കില ദേവഹൂതിഃ വിസ്രസ്തമോഹപടലാ തമഭിപ്രണമ്യ തുഷ്ടാവ തത്വവിഷയാങ്കിത സിദ്ധിഭൂമിം. മൈത്രേയൻ വിതുരനോട് തുടരുകയാണ്. മൈത്രേയ ഉവാച ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രീ. ജനിത്രീ എന്ന് പറഞ്ഞാൽ മാതാ. ആരുടെ മാതാ? കപിലസ്യ മാതാ, കപിലസ്യ ജനിത്രി. ആ കപില ഭഗവാന്റെ അമ്മയായ ആ ദേവി, അവരെക്കുറിച്ച് വീണ്ടും പറയുന്നു. സാ കർദമസ്യ ദയിതാ കില ദേവഹൂതി. സാ ദേവഹൂതി, ആ ദേവഹൂതി ദേവി കർദമസ്യ ദയിത, കർദമ പ്രജാപതിയുടെ പ്രിയതമയുമായിരുന്നു. കർദമ പ്രജാപതിയുടെ കഥയൊക്കെ നമ്മൾ വിസ്തരിച്ച് കണ്ടു. അപ്പൊ ആ കർദമ പ്രജാപതിയുടെ പ്രിയപത്നിയും കപില ഭഗവാന്റെ അമ്മയുമായിട്ടുള്ള ആ ദേവഹൂതി ദേവി ഏവം വചഃ നിശമ്യ, ഇപ്രകാരമുള്ള വാക്കുകളെ കേട്ടിട്ട്, കപില ഭഗവാന്റെ ഉപദേശം പരിപൂർണമായി ഉൾക്കൊണ്ടിട്ട്, വിസ്രസ്ത മോഹപടല, മോഹപടലം വിശ്രംസിച്ചവളായിട്ട്. പടലം എന്നാൽ മൂടുപടം, ആവരണം, പർദ്ദ, ഹിജാബ് എന്നൊക്കെ പറയാം. അത് വിസ്രസ്തം, വിസ്രസ്തം വിശ്രംസിച്ചു, താഴേക്ക് അഴിഞ്ഞു വീണു. മോഹപടലം അഴിഞ്ഞു വീണവളായിട്ട്, മോഹാവരണം വിശ്രംസിച്ചവളായിട്ട്, അഴിഞ്ഞു വീണവളായിട്ട്. വിസ്രസ്ത മോഹപടല, നശിച്ചുപോയ മോഹമാകുന്ന ആവരണത്തോടു കൂടിയവളായിട്ട്. തത്വവിഷയാങ്കിത സിദ്ധിഭൂമിം തം അഭിപ്രണമ്യ തുഷ്ടാവ. തം അവനെ, കപിലനെ, അഭിപ്രണമ്യ നന്നായി നേരിട്ട് ചെന്ന് നമസ്കരിച്ചിട്ട്, പ്രണാമം ചെയ്തിട്ട്, തുഷ്ടാവ സ്തുതിച്ചു എന്നാണ്. അപ്പൊ ആ കപിലനെ വിശേഷിപ്പിച്ചു തത്വവിഷയാങ്കിത സിദ്ധിഭൂമിം.
തത്വവിഷയങ്ങളെ അലങ്കാരമാക്കിയിരിക്കുന്നവരുടെ മുഴുവൻ ആശ്രയസ്ഥാനമായവൻ എന്നർത്ഥം. സിദ്ധിഭൂമിയാണ്, എല്ലാവർക്കും ഗുരുതുല്യനാണ് അദ്ദേഹം. തത്വവിഷയാങ്കിതന്മാർ എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം ഉൾക്കൊണ്ടിട്ടുള്ളവർ, തത്വജ്ഞാനമാകുന്ന അലങ്കാരം ഭൂഷണത്തോടു കൂടിയവർ. അവരുടെ ഇടയിൽ അവർക്കൊക്കെ സിദ്ധിഭൂമിയാണ്, അവരുടെയൊക്കെ സോഴ്സാണ്, അവരുടെയൊക്കെ പരമാചാര്യനാണ് കപില ഭഗവാൻ. എല്ലാ ജ്ഞാനികളുടെയും പരമാചാര്യനായിരിക്കുന്ന ജഗദ്ഗുരുവായിരിക്കുന്ന കപില ഭഗവാനെ തം അഭിപ്രണമ്യ തുഷ്ടാവ, അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് നമസ്കരിച്ച് അദ്ദേഹത്തെ ഇപ്രകാരം സ്തുതിച്ചു എന്നാണ്. അപ്പോൾ കപിലമൂർത്തിയെ തൻ്റെ പുത്രനായല്ല ഈ അമ്മ കാണുന്നത്, ഗുരുവായും ഈശ്വരനായും കണ്ടുകൊണ്ട് നമസ്കരിച്ച് സ്തുതിക്കുകയാണ്. പുത്രനായി കണ്ടിരുന്നെങ്കിൽ നമസ്കരിക്കാനും സ്തുതിക്കാനും ഇത്തിരി പ്രയാസം ഉണ്ടാവും. ഇവിടെ അതല്ല, പുത്രനായിട്ടല്ല കാണുന്നത്, ഈശ്വരനായും ഗുരുവായും കണ്ടുകൊണ്ട് നമസ്കരിച്ച് സ്തുതിക്കുന്നു. ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രീ സാ കർദമസ്യ ദൈതാ കില ദേവഹൂതി വിസ്രസ്തമോഹപടല തമഭിപ്രണമ്യ തുഷ്ടാവ തത്വവിഷയാങ്കിത സിദ്ധിഭൂമിം. ജ്ഞാനികൾക്ക് മുഴുവൻ ആശ്രയഭൂതനായിരിക്കുന്ന പരമഗുരുവായ കപില ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ദേവഹൂതി സ്തുതിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തില് തനിക്ക് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് എടുത്തു പറയണം. എന്നതവം ചെയ്തനൈ എന്ന് പറയണം ഇവിടെ ദേവഹൂതി തന്നെ. കാരണം ബ്രഹ്മാവിന് പോലും നേരിൽ കാണാൻ കഴിയാതെ, അദ്ദേഹത്തിന് പോലും പലപ്പോഴും ധ്യാനത്തിൽ മാത്രം കാണിച്ചു കൊടുത്തിട്ടുള്ള ഭഗവാൻ ഇവിടെ പുത്രനായി അവതരിച്ച് തന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ സൗഭാഗ്യത്തെ, ഭഗവാന്റെ കാരുണ്യത്തെ എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് ആശ്ചര്യമായി സ്തുതിക്കുകയാണ് ഒന്നാമത്തെ ഇതില്. ദേവഹൂതിരുവാച അദാപ്യചോന്ദസലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദധ്യൗ സ്വയം യജ്ജഠരാബ്ജജാതഃ. ഇവിടെ ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ട് അന്വയിച്ച് കിട്ടണമെങ്കിൽ നാലാമത്തെ ശ്ലോകത്തില് സത്വം മൃദോമേ ജഡരേണ നാഥ എന്ന ആ വരിയും കൂടി കൂട്ടുമ്പോഴാണ് ഇതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാവുക. സത്വം മൃദോമേ ജഡരേണ ജാതഃ നാഥ സഹത്വം മേ ജഡരേണ മൃദഃ ഹേ നാഥ. അല്ലയോ നാഥ, അങ്ങനെയുള്ള അങ്ങ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള അങ്ങ് എന്നുള്ളത് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിൽ, രണ്ടും മൂന്നും ശ്ലോകങ്ങളിൽ ഏതൊരു ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചുവോ അങ്ങനെയുള്ള ഭഗവാൻ അങ്ങ് എന്റെ ജഡരത്താൽ ധരിക്കപ്പെട്ടു, എന്റെ ഗർഭത്തിൽ ഞാൻ അങ്ങയെ 10 മാസം ചുമക്കാനുള്ള ഭാഗ്യമുണ്ടായി. മേ ജഡരേണ ധൃതഃ ത്വം മയാ ജഡരേണ ധൃതഃ ഹേ നാഥ, ഈ ജഗത്തിന്റെ നാഥനായ അങ്ങ് എന്റെ ഉദരത്തിൽ വന്ന് പിറന്നുവല്ലോ, എനിക്ക് ധരിക്കാൻ കഴിഞ്ഞുവല്ലോ. അപ്പോ എങ്ങനെയുള്ള ഭഗവാൻ എന്ന് 2ഉം 3ഉം ശ്ലോകങ്ങളിൽ പറയേണ്ട. ആദ്യം രണ്ടാമത്തെ ശ്ലോകം നോക്കാം. അഥാപ്യചോന്ദസലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദദ്യൗ സ്വയം യജ്ജഠരാബ്ജജാതഃ. ഇവിടെ അവസാനത്തെ വാക്ക് ഈ ശ്ലോകത്തിൽ യജ്ജഠരാബ്ജജാതഃ എന്നാണ്. യജ്ജഠരാബ്ജജാതഃ, യത് എന്ന് പറഞ്ഞാൽ യാതൊരുവന്റെ ജഠര അബ്ജം, ജഠരത്തിൽ നിന്നുണ്ടായ അബ്ജം, ഉദരത്തിൽ നിന്നുണ്ടായ താമര, നാഭി കമലം, ജഠരാബ്ജം, അതിൽ ജാതൻ ഉണ്ടായവൻ ആരാണ്? ബ്രഹ്മദേവൻ. ഭഗവാന്റെ
ജഡരാബ്ജത്തിൽ ജാതനായവൻ ബ്രഹ്മദേവൻ. അപ്പൊ ബ്രഹ്മദേവനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് യത് ജഡരാബ്ജ ജാതഃ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതൊരുവന്റെ ഉദരത്തിൽ നിന്നുള്ള അബ്ജത്തിൽ ജാതനായിയോ ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു? അതാണ് ഇവിടെ അദാപി അജോ, അജോ എന്ന് പറയുന്നത്. അവിടെ അജഹ ശബ്ദം ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. അജൻ, സ്വയംഭൂവായിരിക്കുന്ന ബ്രഹ്മദേവൻ എന്നർത്ഥം. അപ്പോ അജഹ അപി അന്തസ്സലിലെ ശയാനം സദശേഷ ബീജം ഗുണപ്രവാഹം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം തേ സദ്വബുഹു ദദ്യൗ. ദദ്യൗ സ്വയം. ദദ്യൗ എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചു. ഇവിടെ ധ്യാനത്തിൽ മാത്രമേ ദർശിച്ചുള്ളൂ എന്നും കൂടി അർത്ഥം. ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നുണ്ടായ ബ്രഹ്മദേവൻ താൻ എവിടുന്നാണ് ഉണ്ടായത്, തന്റെ കാരണം ആരാണ്, എന്താണ് എന്ന് അന്വേഷിച്ച് ആ താമരയുടെ തണ്ടിലൂടെ എത്രയോ കാലം അന്വേഷിച്ച് നടന്നു. വെള്ളത്തിലൊക്കെ തപ്പി തന്റെ ഉറവിടത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ട് പിന്നെ അവസാനം നിരാശനായി വന്ന് നിസ്സഹായനായി വന്ന് ആ താമരയുടെ മുകളിലിരുന്നു കൊണ്ട് ധ്യാനിച്ചു. അപ്പൊ ധ്യാനത്തിൽ ഭഗവാൻ തന്റെ രൂപം പ്രകാശിപ്പിച്ചു കൊടുത്തു എന്നാണ് കണ്ടത്. അല്ലാതെ ഫിസിക്കലി തന്റെ രൂപം ആദ്യം ഭഗവാൻ കാണിച്ചു കൊടുത്തില്ല. അപ്പൊ ബ്രഹ്മദേവന് പോലും ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈ സംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ആ ഒരു പ്രാർത്ഥനാ ശ്ലോകത്തിലുള്ളതുപോലെ എല്ലാ ദേവന്മാരും അവരുടെ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി, അല്ലാതെ നേരിട്ട് പ്രത്യക്ഷമായിട്ട് പശ്യന്തി ഇല്ല. ധ്യാനാവസ്ഥയിലാണ് അവർ കാണുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഏതൊരു ഭഗവാന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ച ബ്രഹ്മദേവൻ പോലും, ഭഗവാന്റെ പുത്രനായിരിക്കുന്ന സ്വന്തം മകന് പോലും സ്വന്തം രൂപം കാണിച്ചു കൊടുക്കാതിരുന്ന ആ നാരായണൻ ഈ സ്ത്രീയായ എനിക്ക് എന്റെ മകനായി വന്ന് എന്റെ ജഠരത്തിൽ 10 മാസം എന്നാൽ ചുമക്കപ്പെട്ട് എന്റെ മുമ്പിൽ മജ്ജയും മാംസത്തോടും കൂടി ഇരുന്നു കൊണ്ട് ഇത്രയും ക്ഷമയോടുകൂടെ എനിക്ക് ഇത്രയും ഉപദേശം തന്നെ എന്നെ അനുഗ്രഹിച്ചില്ലേ? അപ്പോ ഞാൻ ബ്രഹ്മദേവനേക്കാൾ ഭാഗ്യവതിയല്ലേ? അല്ലേ? ബ്രഹ്മദേവനേക്കാൾ ഭാഗ്യവതി ഞാനാണ് എന്നർത്ഥം. ബ്രഹ്മദേവന് പ്രത്യക്ഷമായി കിട്ടിയിട്ടില്ല, സ്വന്തം മകനായി ജനിച്ചിട്ട് പോലും. ബ്രഹ്മദേവൻ ഭഗവാന്റെ മകനായി ജനിച്ചു. ഇവിടെ ദേവഹൂതി ദേവിക്ക് ഭഗവാൻ മകനായി ജനിച്ചു. ആരാ ഭാഗ്യവാൻ കൂടുതൽ? അതാണ് ഇവിടെ അജഹ അപി ബ്രഹ്മദേവനും അന്തസ്സലിലെ ശയാനം, ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ശയിക്കുന്നവനായ, ജലാശയത്തിൽ നാരായണനായി ശയിക്കുന്ന, പ്രളയജലത്തിൽ ശയിക്കുന്നവനായിട്ടുള്ള സദശേഷ ബീജം, ഈ സത്തായ പ്രപഞ്ചത്തിന്റെ അശേഷ കാരണനായിരിക്കുന്ന നാരായണൻ, സത്തിന്റെ മുഴുവൻ അശേഷ ബീജം, പ്രപഞ്ചത്തിന്റെ ആദി കാരണമായിരിക്കുന്നവനും ഗുണപ്രവാഹം, ഈ ഗുണങ്ങളുടെയെല്ലാം ഉത്ഭവസ്ഥാനമായിരിക്കുന്നവനും ഭൂതേന്ദ്രിയാർത്ഥ ആത്മമയം, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അർത്ഥങ്ങൾ, അന്ധക്കരണങ്ങൾ ഇവയുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നവനുമായ തേ വപുഹു, അങ്ങയുടെ ശരീരത്തെ ദദ്യൗ ധ്യാനിച്ചു. അപ്പൊ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള അങ്ങ് സഹത്വം മേ ജഡരേണ കഥം മൃതഃ, ബ്രഹ്മാവിന് പോലും ദർശനം കൊടുക്കാതിരുന്ന അങ്ങ് എങ്ങനെ എന്റെ ജഡരത്താൽ ധരിക്കപ്പെട്ടു? അപ്പൊ ഞാൻ എത്ര ഭാഗ്യവതിയാണ് എന്നുള്ള തന്റെ ഭാഗ്യത്തെ ആശ്ചര്യത്തോടുകൂടെ അവതരിപ്പിക്കുകയാണ് ഈ 1-ാമത്തെ ശ്ലോകം. അപ്പൊ ഇവിടെ ബ്രഹ്മദേവൻ എന്നുള്ളത് ബുദ്ധിയും ദേവഹൂതി എന്നുള്ളത് ഭക്തിയും ആണ്. ബുദ്ധിയുടെ പ്രഭാവമാണ് ബ്രഹ്മദേവൻ. ആ ബുദ്ധി കൊണ്ട് ഭഗവാനെ കാണാൻ പറ്റില്ല.
ഭക്തി കൊണ്ടേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സൂചന കൂടി ഇതിലുണ്ട്, ഈ സ്തുതിയിലുണ്ട്. നായമാത്മാ പ്രവചനേന ലഭ്യഃ ന മേധയാ ന ബഹുധാ ശ്രുതേന യമൈവൈഷ വൃണുതേ തേന ലഭ്യഃ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. ഉപനിഷത്തിൽ, മുണ്ടകോപനിഷത്തിൽ പറയും, നായമാത്മാ പ്രവചനേന ലഭ്യഃ. വലിയ പ്രവചനം ചെയ്യുന്നവനായതുകൊണ്ട്, വലിയ പണ്ഡിതനായതുകൊണ്ട്, ശാസ്ത്രജ്ഞനായതുകൊണ്ടൊന്നും അയം ആത്മാ ന ലഭ്യഃ, ഈ ആത്മാവിനെ ലഭിക്കില്ല. നായമാത്മാ പ്രവചനേന ലഭ്യഃ ന മേധയാ. വലിയ മേധാവിയാണെന്ന് പറഞ്ഞ്, ബുദ്ധിമാനാണ്, ഏത് കാര്യവും പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കും, അതുകൊണ്ടൊന്നും കാര്യമില്ല. ന മേധയാ ന ബഹുധാ ശ്രുതേന. അനേക ശാസ്ത്രങ്ങൾ ബൈഹാർട്ടാക്കി വെച്ചിട്ടുണ്ട്, എവിടുന്ന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പറയാം, ഏത് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. ന ബഹുധാ ശ്രുതേന. പിന്നെയോ യമൈവൈഷ വൃണുതേ തേന ലഭ്യഃ. തേന ലഭ്യഃ, അവനാൽ ലഭിക്കപ്പെടും. ആരാൽ? യം ഏവ ഏഷഃ വൃണുതേ. ഏതൊരുവനെ ഏഷഃ ആത്മാ വൃണുതേ, ഈ ആത്മാവ് ആരെ തെരഞ്ഞെടുക്കുന്നുവോ അവന് ലഭിക്കും. അപ്പൊ ഈ ആത്മാവിന്റെ കാരുണ്യം ആർക്ക് ലഭിക്കുന്നുവോ അവന് ലഭിക്കും. ആത്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവന് ലഭിക്കും. യമൈവൈഷ വൃണുതേ തേന ലഭ്യഃ തസ്യ ഏഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. തസ്യ, അവന് ഏഷഃ ആത്മാ, ഈ ആത്മാ സ്വാം തനും വിവൃണുതേ, തന്റെ സ്വരൂപത്തെ അനാവരണം ചെയ്തു കൊടുക്കും, തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ആ ആത്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെടണം, ഈശ്വരനാൽ തെരഞ്ഞെടുക്കപ്പെടണം. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമേ ഈശ്വര ദർശനം സാധ്യമാവുകയുള്ളൂ. അവിടെ തെരഞ്ഞെടുക്കാനുള്ള ക്രൈറ്റീരിയ എന്താണ്? പക്ഷപാതമാണോ? നമ്മുടെ മന്ത്രിമാരെ പോലെ, രാഷ്ട്രീയക്കാരെ പോലെ ഞങ്ങളുടെ ആൾക്കാർക്ക് മാത്രം ജോലി, അവർക്ക് മാത്രം പെൻഷൻ, അതാണോ ക്രൈറ്റീരിയ? അതല്ല. പിന്നെന്താ ക്രൈറ്റീരിയ? അത് തിരിച്ചും യമൈവൈഷ വൃണുതേ, ഏതൊരു ഈശ്വരനെ മാത്രം ഇവൻ ഭരിക്കുന്നുവോ. ഈ യമൈവൈഷ വൃണുതേ എന്നുള്ളതിന് തിരിച്ചും മറിച്ചും അർത്ഥമുണ്ട്. ഈശ്വരൻ തിരഞ്ഞെടുക്കുന്നവൻ, ഈശ്വരനെ മാത്രം ഭരിക്കുന്നവൻ എന്ന് തിരിച്ച് അങ്ങടും അർത്ഥമുണ്ട്. അപ്പൊ എനിക്ക് ഈശ്വരനെ മാത്രം മതി എന്ന് ഈശ്വരനിൽ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഭക്തന്, അതാണ് നമ്മൾ ഇന്നലെയും അല്ലെങ്കിൽ ഇന്ന് രാവിലെ കണ്ട ഗിരിയുടെ തൊടകാചാര്യരുടെ കഥയിലും ഇതുതന്നെയാണ് താല്പര്യം. അപ്പം ബ്രഹ്മദേവനെ പോലെ കേമനൊന്നുമല്ല, അത്രയ്ക്ക് കേമത്തരമൊന്നുമില്ല ആർക്ക്? ദേവഹൂതി ദേവിക്ക്. പക്ഷെ നല്ല ഭക്തിയുണ്ട്, നല്ല സമർപ്പണമുണ്ട്, വിനയമുണ്ട്, യോഗ്യതകളുണ്ട്. എല്ലാ യോഗ്യതയും തികഞ്ഞവളാണ്. അതുകൊണ്ട് ഭഗവാൻ പുത്രനായി ജനിച്ചു. അതാണ് ഇവിടുത്തെ താല്പര്യം. അപ്പം നമ്മൾക്കും ഭഗവാനെ ലഭിക്കണമെങ്കിൽ ബ്രഹ്മദേവനാവണോ ദേവഹൂതിയാവണോ എന്ന് പറഞ്ഞാൽ ഏത് ക്വാളിറ്റികളാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം ദേവഹൂതിയുടെ ക്വാളിറ്റികളാണ് ഭഗവാൻ ഇഷ്ടം. അപ്പം നമ്മളൊരു ദേവഹൂതിയാവുക, സ്വയം നമ്മളെ തന്നെ ആഹൂതി ചെയ്യുക ദേവന്റെ മുമ്പിൽ. ദേവന് വേണ്ടി സമർപ്പിതമായൊരു ജീവിതം, അതാണ് ദേവഹൂതി, സ്വയം സമർപ്പിതമായ ജീവിതം. ദേവഹൂതിരുവാച അദാപ്യചോന്തസലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദദ്യൗ സ്വയം യജ്ജഠരാബ്ജജാതഃ സയേവ വിശ്വസ്യ ഭവാൻ വിദത്തേ ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ സർഗാദ്യനീഹോ അവിദദാഭിസന്ധിഃ ആത്മേശ്വരോ അതർക്യ സഹസ്രശക്തിഃ സയേവ വിശ്വസ്യ ഭവാൻ വിദത്തേ ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ സർഗാദ്യനീഹോ അവിദദാഭിസന്ധിഃ ആത്മേശ്വരോ അതർക്യ സഹസ്രശക്തിഃ.
ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ അവിതത അഭിസന്ധിഃ ആത്മേശ്വരഃ അതർക്യ സഹസ്രശക്തിഃ അനീഹഃ സഹ ഭവാനേവ വിശ്വസ്യ സർഗാദിവിധത്തെ. സഹ ഭവാനേവ വിശ്വസ്യ സർഗാദിവിധത്തെ. ആ അങ്ങ് തന്നെയാണ് ഈ വിശ്വത്തിന്റെ സർഗം മുതലായവയെ ചെയ്യുന്നത്. സർഗം, സ്ഥിതി, സംഹാരം, സൃഷ്ടിസ്ഥിതി സംഹാരാദികളെ ചെയ്യുന്നത് ഏകനായ അങ്ങ് തന്നെയാണ്. ഭവാനേവ ജന്മാദ്യസ്യ യതഃ ഭവാനേവ വിശ്വസ്യ സർഗാദിവിധത്തെ. ഈ വിശ്വത്തിന്റെ സർഗാദികളെ ചെയ്യുന്നു. എങ്ങനെയായിട്ട്? ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ. ഗുണപ്രവാഹം, ഗുണങ്ങളുടെ പ്രവാഹം കൊണ്ട് വിഭക്തവീര്യഃ, അങ്ങയുടെ ശക്തിയെ അങ്ങ് മൂന്നായി പിരിക്കുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നിങ്ങനെ മൂന്നായി സ്വയം മൂന്ന് ഗുണങ്ങളെ കൊണ്ട് അങ്ങ് തന്നെ അങ്ങയെ പിരിക്കുന്നു. രജോ ഗുണം കൊണ്ട് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനും, സത്വഗുണം കൊണ്ട് പരിപാലകനായ വിഷ്ണുവും, തമോ ഗുണം കൊണ്ട് സംഹാരക്കാരനായിട്ടുള്ള രുദ്രനും. ഇങ്ങനെ മൂന്നായി മൂന്ന് ഗുണങ്ങളെ കൊണ്ട് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായി അങ്ങ് സ്വയം വിഭജിച്ചിരിക്കുന്നു. അവിതത അഭിസന്ധി, അങ്ങ് എന്ത് അഭിസന്ധാനം ചെയ്തിട്ടുണ്ടോ അതൊരിക്കലും വിതതമാവുകയില്ല. വിതതം എന്ന് പറഞ്ഞാൽ വ്യർത്ഥം. തഥം അപ്രകാരം തന്നെ എന്നുള്ളതിനാണ് തഥാസ്തു എന്ന് നമ്മൾ പറയും. തഥം അതിന്റെ ഓപ്പോസിറ്റാണ് അങ്ങനെ ഭവിക്കാതിരിക്കൽ. വിതതം, വിപരീതമായി ഭവിക്കുക. ഭഗവാനോ, ഭഗവാൻ സങ്കല്പിച്ചതൊന്നും അവിതതം ആണ്, വിതതമല്ല. വിപരീതമായി ഭവിക്കില്ല, അത് വേണ്ട പോലെ തന്നെ ഫലിക്കും. സത്യസങ്കല്പനാണ് ഭഗവാൻ എന്നർത്ഥം. അവിതത അഭിസന്ധിഹി, എന്ത് സങ്കല്പിച്ചുവോ അത് സാധിച്ചിരിക്കും ഭഗവാൻ. സഫലമായ സങ്കല്പത്തോടു കൂടിയവൻ സർവശക്തനാണ്. അദ്ദേഹത്തിന്റെ നിശ്ചയത്തെ അന്യതാകരിക്കാൻ ആർക്കും ശക്തിയില്ല. ആർക്കും ഡിസ്മിസ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ന്യൂട്രലൈസ് ചെയ്യാനോ പറ്റില്ല. ഭഗവാൻ നിശ്ചയിച്ചാൽ അത് സംഭവിച്ചിരിക്കും. അതാണ് അവിതത അഭിസന്ധിഹി. ആത്മേശ്വരഃ, എല്ലാ ജീവന്മാരുടെയും നിയന്താവായിരിക്കുന്നവൻ. ബാക്കി എല്ലാവരും അങ്ങയുടെ കീഴിലാണ്. എല്ലാ ജീവാത്മാക്കളുടെയും ഈശ്വരനായിരിക്കുന്നവനും. അതർക്യ സഹസ്രശക്തി, തർക്കിക്കാൻ കഴിയാത്ത, ഊഹിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത സഹസ്രശക്തിയോടുകൂടിയവൻ എന്ന് പറഞ്ഞാൽ അനേക ശക്തിയോടുകൂടിയവൻ. ഭഗവാന്റെ ശക്തി ഇന്നത് മാത്രം എന്ന് പറഞ്ഞ് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഒടുക്കമില്ലാത്തതാണ് ശക്തി ഭഗവാന്റെ. അങ്ങനെ അതർക്യ സഹസ്രശക്തി, അനന്തശക്തിമാനായിട്ടുള്ള അങ്ങ്. അനീഹ, അനീഹ എന്ന് പറഞ്ഞാലോ ഒന്നും ചെയ്യാതെ. ഈഹ എന്ന് പറഞ്ഞാൽ ക്രിയ. അനീഹ, ഒന്നും ചെയ്യാതെ അങ്ങയുടെ സാന്നിധ്യം മാത്രം കൊണ്ട്, സങ്കല്പ മാത്രം കൊണ്ട് ആ ഭഗവാൻ അങ്ങ് തന്നെ വിശ്വസ്യ സർഗാദിവിധത്തെ, ഈ പ്രപഞ്ചത്തിന്റെ സർഗം, സ്ഥിതി, സംഹാരം ഇത്യാദികളെ കൂളായിട്ട് നടത്തുന്നു. ഒന്നും ചെയ്യാതെ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് ഭാവിച്ചിരുന്നു കൊണ്ട് എല്ലാം വളരെ ചടുലമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ സൃഷ്ടിയാദി എല്ലാം അങ്ങയ്ക്ക് ലീലയാണ്, അങ്ങയുടെ വിഭൂതിയാണ്. അത് നടത്തുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ അങ്ങയുടെ വിഭൂതികളാണ്. അങ്ങ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും ഈശ്വരനാണ്. അങ്ങനെയുള്ള അങ്ങ്, എല്ലാറ്റിനും കാരണഭൂതനായിരിക്കുന്ന അങ്ങ്, സഹത്വം ഭൃതോമേ ജഡരേണ നാഥ, ഹേ നാഥ, അങ്ങനെയുള്ള അങ്ങയെ ഞാൻ എങ്ങനെ എന്റെ ഗർഭത്തിൽ ധരിച്ചു? യശോദയും ഭഗവാനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അല്ലെങ്കിൽ ദേവകിയും ചോദിക്കേണ്ട ചോദ്യമാണ്. ദേവകി ചോദിക്കേണ്ടത്, ദേവകിക്ക് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ യശോദ പാവം അറിയുന്നില്ല. യശോദ അത്ഭുതപ്പെടുകയാണ് പലപ്പോഴും ഭഗവാന്റെ വിഭൂതികൾ കണ്ടിട്ട്. അപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങ് എങ്ങനെ എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിച്ചു എന്ന് ചോദിക്കുകയാണ് 4ാമത്തെ ശ്ലോകത്തിൽ. സ്വയേവ വിശ്വസ്യ ഭവാൻ വിദത്തെ ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ
സർഗാദ്യനീഹോ വിദദാഭിസന്ധിഃ ആത്മേശ്വരോധർക്യ സഹസ്രശക്തിഃ സത്വം മൃതോ മേ ജഡരേണ നാദ കഥം नु യസ്യോദര ഏതദാസീത് വിശ്വം യുഗാന്തേ വടഭദ്ര ഏകഃ ശേതേ സ്മ മായാ ശിശുരംഗ്രിപാനഃ സത്വം മൃതോ മേ ജഡരേണ നാദ കഥം नु യസ്യോദര ഏതദാസീത് വിശ്വം യുഗാന്തേ വടഭദ്ര ഏകഃ ശേതേ സ്മ മായാ ശിശുരംഗ്രിപാനഃ. അതാണ് ഇവിടെ ചോദിക്കുന്നത്. സത്വം മൃതോമേ ജഡരേണ നാദ കഥം नु. കഥം नु, എങ്ങനെയാണ് അങ്ങനെയുള്ള അങ്ങയെ എന്നാൽ ജഡരത്താൽ ഭരിക്കപ്പെട്ടത്, എന്റെ ഗർഭത്തിൽ വന്ന് ജനിച്ചത് എന്തിനാ എന്ന് ചോദിക്കണം. ആരാണ് ഭഗവാൻ? യസ്യ ഉദരേ ഏതദാസീത്. യസ്യ ഉദരേ, ഏതൊരുവന്റെ ഉദരത്തിൽ, ഏതദാസീത്, ഈ പ്രപഞ്ചം മുഴുവൻ വസിക്കുന്നുവോ, ഇരുന്നുവോ, എപ്പോൾ? യുഗാന്തേ, യുഗാന്തേ, യുഗാവസാനത്തിൽ, പ്രളയകാലത്ത്. യുഗാന്തേ, യുഗാവസാനത്തിൽ. ഏതദ് വിശ്വം യസ്യ ഉദരേ ആസീത്. ഈ വിശ്വം, ഈ പ്രപഞ്ചം ആരുടെ അകത്തായിരുന്നുവോ, ആരുടെ ഉദരത്തിലായിരുന്നുവോ, ഏതൊരു മായാശിശുവായിട്ട് അങ്ങ് അംഗ്രിപാനഃ ഏകഃ വടപത്രേ സേദേ സ്മ. അങ്ങ് മായാശിശുവായിട്ട്. ഏതാ മായാശിശു? കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന് നമ്മൾ ധ്യാനിക്കാറുള്ള ആ ബാലം മുകുന്ദൻ തന്നെയാണ് മാർക്കണ്ഡേയ മഹർഷിയെ അത്ഭുതപ്പെടുത്തിയ ആ മായാശിശു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഉള്ളിലേക്ക് ആവഹിക്കുന്ന, പ്രളയകാലത്തെല്ലാം തൻ്റെ അകത്താക്കുന്ന, മാർക്കണ്ഡേയ മഹർഷിയെ അടക്കം തൻ്റെ ശ്വാസത്തോടുകൂടി അകത്താക്കി മാർക്കണ്ഡേയ മഹർഷിയെ തൻ്റെ ഉള്ളിൽ ഉദരത്തിൽ വെച്ച് ലോകങ്ങൾ മുഴുവനിതാ എൻ്റെ ഉദരത്തിൽ കണ്ടോളൂ എന്ന് കാണിച്ചു കൊടുത്ത് അത്ഭുതപ്പെടുത്തിയ ആ മായാശിശു. അതാണ് ഇവിടെ പറയുന്നത്. മായാശിശു, മായാബാലനായി, അംഗ്രിപാനഃ, അംഗ്രിയെ പാനം ചെയ്യുന്നവനായിട്ട്, കാലെടുത്ത് കുടിക്കുന്നവനായിട്ട്, കാലിന്റെ പെരുവിരൽ തന്റെ വായിൽ ചേർത്ത് വെച്ച് പാനം ചെയ്യുന്നവനായിട്ട്, അംഗ്രിപാനഃ ഏകഃ, ഒറ്റയ്ക്ക്. പ്രളയകാലത്ത് ആരുമില്ല, തുണ, അമ്മയുമില്ല, അച്ഛനുമില്ല, ആരുമില്ല. ലോകത്തിന്റെ മുഴുവൻ അച്ഛനും അമ്മയും ഏതൊരുവനാണോ അവൻ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു. ഏകഃ വടപത്രേ ശേദേ സ്മ, ആ ആലിലയിൽ ശയിക്കുന്നവനായിട്ട് ഉണ്ടായിരുന്നു അത്രേ, ഞാൻ കേട്ടിട്ടുണ്ട്. സ്മ, വളരെ വിദൂരമായ പാസ്റ്റിൽ ഇങ്ങനെ ഒരു രൂപത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വടപത്രേ ശേദേ സ്മ. ഹേ നാഥ, അങ്ങനെയുള്ള നാഥ, ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണനായ നാഥ, ഈ വിശ്വത്തെ മുഴുവൻ ഉദരത്തിൽ ഭരിക്കുന്ന നാഥ, അങ്ങെങ്ങനെ എന്റെ ഉദരത്തിൽ വന്ന് ജനിച്ചു? എനിക്ക് എങ്ങനെ അങ്ങയെ ഉദരത്തിൽ താങ്ങാനുള്ള കഴിവുണ്ടായി? എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത്ഭുതം, അത്ഭുതം. സഹത്വം മേ ജഡരേണ കഥം മൃതഃ. ഈ വിശ്വത്തെ മുഴുവൻ ഉദരത്തിൽ ഒതുക്കിയിരിക്കുന്ന അങ്ങയെ എന്റെ ഈ കൊച്ചു ഉദരത്തിൽ എനിക്ക് എങ്ങനെ ഒതുക്കാൻ പറ്റി? അങ്ങനെ ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യം, ഭഗവാൻ ആദിനാരായണൻ തന്നെയാണ് എന്ന് വർണ്ണിച്ചുകൊണ്ട് ആരംഭിച്ചു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നല്ല മനോഹരമായിട്ടുള്ള സ്തുതിയാണ്. അടുത്ത ക്ലാസ്സിന് 29-ാം തീയതി സ്വാമിജി ഇവിടെ എത്തിയാൽ കാണാം. അല്ലേ, 28-ാം തീയതി രാത്രിയാണ് മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ മാത്രം പൊതുപണിമുടക്ക് ശക്തമായിരിക്കുമല്ലോ, 28ഉം 29ഉം. എങ്ങനെയെന്നറിയില്ല. രാത്രിയെങ്കിൽ കോയമ്പത്തൂർ വന്ന് ഇവിടേക്ക് എത്താൻ പറ്റട്ടെ. അപ്പോൾ 5 ദിവസത്തെ ബ്രേക്ക്, ക്ലാസ്സുകളൊന്നുമില്ല. എല്ലാവരും മുമ്പിലത്തെ ക്ലാസ്സുകൾ
വിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കാനായിട്ട് ഈ സന്ദർഭം ഉപയോഗിക്കുക. അല്ലെങ്കിലോ കേട്ടത് തന്നെ വീണ്ടും കേൾക്കാനായിട്ട് ഉപയോഗിക്കുക. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഞായറാഴ്ച വൈകുന്നേരം 27-ാം തീയതി കാശിയിൽ വെച്ച് 10,000-കണക്കിന് ആളുകൾ ഒന്നിച്ചു ചേർന്ന് സൗന്ദര്യലഹരി പാരായണം ചെയ്യുന്നുണ്ട്. 3 മണിക്ക് ശേഷം മറ്റെയാണ്. നിങ്ങളും ആ സമയത്ത് സൗന്ദര്യലഹരി ഉപാസന മണ്ഡലിയുടെ ലൈവ് ചിലപ്പോൾ കാണാം. ശ്രദ്ധിച്ചോളൂ. ഉണ്ടെങ്കിൽ എല്ലാവരും ഒപ്പം പാരായണം ചെയ്യുക സങ്കല്പത്തോടുകൂടെ. അല്ലെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യാം എല്ലാവർക്കും 3 മണിക്ക് ശേഷം. ഹരി ഓം. കാശി വിശ്വനാഥൻ എല്ലാവരെയും രക്ഷിക്കട്ടെ. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം. നാരായണ. ഇടയ്ക്ക് ഓൺലൈനിൽ വല്ലതും കാണാൻ പറ്റിയാൽ കാണാം. ഹരി ഓം.